കഥ തുടരുന്നു. CI അലിയാർ പെട്ടെന്ന് മുഖഭാവം മാറ്റി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അല്ല, MLA സാറോ, ഇരിക്കണം. ശ്രീനിവാസക്കിടാവിൻ്റെ മുഖം പക്ഷെ കല്ലിച്ചു തന്നെയായിരുന്നു. ശബ്ദമുണ്ടാക്കി കസേര വലിച്ചു നീട്ടിയിട്ട് അയാളിരുന്നു. തൊട്ടരികിൽ ശേഖരക്കിടാവും. ഞാൻ വന്നത്, കിടാവ് പറഞ്ഞു തുടങ്ങി. എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ചിലർ അതിക്രമിച്ചു കയറി. ചുങ്കത്തറയിലെ വീട്ടിൽ പല സാധനങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. ആ വിവരം അന്വേഷിക്കാൻ ചെന്ന എൻ്റെ പണിക്കാരെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്നറിഞ്ഞു. കൗതുകം ഭാവിച്ച് അലിയാർ മേശപ്പുറത്ത് കൈമുട്ടുകൾ ഊന്നി. പിന്നെ കൈപ്പത്തിയിൽ താടി ചേർത്ത് കിടാവിനെ നോക്കിയിരുന്നു. കുറച്ചു പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെ. അവർ പക്ഷേ സാറിൻ്റെ പണിക്കാരായിരുന്നെന്ന് ഞാനറിഞ്ഞില്ല. ഇപ്പോഴറിഞ്ഞില്ലേ? ചോദിച്ചത് ശേഖരക്കിടാവാണ്. എങ്കിൽ പിന്നെ അവരെ അങ്ങ് വിട്ടുകൂടെ? അലിയാരുടെ കണ്ണുകൾ കുറുകി. താനാരാ? ശേഖരൻ അമ്പരന്നു. ഇദ്ദേഹത്തിൻ്റെ അനുജൻ, ശേഖരൻ ഗൗരവത്തിൽ അറിയിച്ചു. അതറിയാം. നിങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നോ? ഇല്ല. നിങ്ങൾ MLA-യോ മന്ത്രിയോ പോട്ടെ, ഒരു വാർഡ് മെമ്പറോ എൻ്റെ മേലോഫീസറോ ആണോ? അല്ല. ശേഖരൻ വിളറി. എങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോണം. ഞാൻ സംസാരിക്കുന്നത് സ്ഥലം MLA-യോടാണ്. മുഖമടച്ച് ഒരു അടി കിട്ടിയതുപോലെയായി ശേഖരക്കിടാവിന്. അലിയാരെ! പെട്ടെന്ന് ശ്രീനിവാസക്കിടാവ് ശബ്ദമുയർത്തി. സാറ് പറയണം, കേൾക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. അലിയാർ ഒരു പേനയെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ച് കറക്കി. ശേഖരൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, പക്ഷേ സാറിൻ്റെ വീട്ടിൽ മോഷണം നടത്തിയവരെക്കുറിച്ച് എന്തെങ്കിലും സംശയം? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ തപ്പിയാനല്ലോ. അതറിയാം സാർ, പക്ഷേ എനിക്ക് കൃത്യമായി അറിയാം അവിടെ കയറിയവർ ആരായിരുന്നെന്നും അവരുടെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്നും. ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 2 ക്രിമിനലുകളാണവർ. വൺ മിസ്റ്റർ പ്രജീഷ്, മറ്റൊന്ന് അയാളുടെ കാമുകി ചന്ദ്രകല. സാറിന് അവരെ അറിയാമല്ലോ അല്ലേ? ശ്രീനിവാസക്കിടാവ് ഒന്ന് പതറി. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അലിയാർ തുടർന്നു. വേറെ ചിലത് കൂടി എനിക്കറിയാം. ഒരു 10 കോടി രൂപയുടെ ഡീൽ. അത് തന്ത്രപൂർവ്വം അപഹരിച്ചതും അവരെ കൊല്ലാൻ ശ്രമിച്ചതും. കിടാവ് വിയർക്കാൻ തുടങ്ങി. ഞാനിത് ചുമ്മാ പറയുന്നതല്ല സാറേ. ചന്ദ്രകലയും സാറുമായി ഇന്ന് രാവിലെ നടത്തിയ ഫോൺ സംഭാഷണം എൻ്റെ പക്കലുണ്ട്. അവൾ പറഞ്ഞ കിടപ്പറ രഹസ്യമടക്കം. എന്താ, കേൾക്കണോ? ഒന്നും മിണ്ടാനില്ല കിടാവിന്. അലിയാർ പിന്നെയും പറഞ്ഞു. അതിനുശേഷം സാറ് പരിന്ത് റഷീദ് എന്ന നെട്ടോറിയസ് ക്രിമിനലുമായി ഫോണിൽ പറഞ്ഞതും എനിക്കറിയാം. സോറി, അയാൾ ക്രിമിനലല്ലോ, സാറിൻ്റെ പണിക്കാരനല്ലേ. ഇവിടേക്ക് വന്നത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ കിടാക്കന്മാർക്ക് തോന്നി. പരിന്തിൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ അലിയാർ ചുരണ്ടിയെടുക്കാതിരിക്കുവാനാണ് അങ്ങനെ ചെയ്തത്. അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് അലിയാരുടെ ശബ്ദം കേട്ടു. പിന്നെയും ഒരുപാട് സത്യങ്ങൾ ഛർദ്ദിച്ചു കഴിഞ്ഞു നിങ്ങളുടെ പണിക്കാരൻ. 2 വട്ടം എന്നെ കൊല്ലാൻ ശ്രമിച്ചതടക്കം. അതുകൊണ്ട് തൽക്കാലം സാറ് വേറെ പണിക്കാരെ നോക്ക്. ഇവരെ കൊണ്ട് എനിക്ക് വേറെ പണിയുണ്ട്. സംഗതി കുരുക്കാകുകയാണെന്ന് കിടാവിന് ബോധ്യമായി. അവരെ താൻ വിടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. എങ്കിൽ അവരെ താൻ വിടും. തൻ്റെ മേലെയും ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് മറക്കണ്ട. കസേര പിന്നോട്ട് തള്ളി ശ്രീനിവാസക്കിടാവ് ചാടി എഴുന്നേറ്റു. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ സാറേ. ഞാൻ പാൻറ്റിൽ മുള്ളിപ്പോകും. അലിയാർ പരിഹസിച്ചു. തറ ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് നീങ്ങി കിടാക്കന്മാർ. ഹാഫ് ഡോറിനടുത്ത് എത്തിയിട്ട് ശ്രീനിവാസക്കിടാവ് തിരിഞ്ഞു നിന്നു. ഒന്നിൽ പിഴച്ചാൽ 3 പ്രമാണം. ഇനിയും തനിക്ക് ആയുസ് നീട്ടിക്കിട്ടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേക്കണം. അലിയാർ ചാടി എഴുന്നേറ്റു. അള്ളാഹു കുറിച്ച് തന്ന ആയുസിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ട് സാറേ. അതിനു മുമ്പ് പോകേണ്ടി വന്നാൽ ഈ നിലമ്പൂരിനെ മലീമസമാക്കിക്കൊണ്ടിരുന്ന ചിലരുണ്ടാവും എൻ്റെ ഇരുവശത്തും. മറുപടി പറയാതെ കിടാക്കന്മാർ പോയി. അലിയാരുടെ നീക്കം പെട്ടെന്നായിരുന്നു. സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ ഊരിയിട്ടു. അവിടെ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സകലരുടെയും സെൽഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിച്ചു. വയർലെസ് വഴി ഒരു മേലുദ്യോഗസ്ഥനും കുറ്റവാളികളെ വിട്ടയക്കുവാൻ നിർദ്ദേശിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് ചാർജ് ഷീറ്റ് തയ്യാറാക്കി പരിന്തിനെയും സംഘത്തെയും കോടതിയിലേക്ക് കൊണ്ടുപോയി. കോടതി പരിന്ത് റഷീദിനെയും സംഘത്തെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. അടുത്ത ദിവസം അവരെ കസ്റ്റഡിയിൽ കിട്ടുവാൻ ഹർജി സമർപ്പിക്കണമെന്നും അലിയാർ തീരുമാനിച്ചിരുന്നു. വൈകിട്ട് അലിയാരും പോലീസ് സംഘവും വടക്കേ കോവിലകത്ത് എത്തി. ജോലിക്കാരി ഭാനുമതി കിടാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഒരു തവണ കൂടി കോവിലകത്ത് പരിശോധന നടത്തി. അലിയാരും SI സുകേഷും മറ്റും. വരാന്തയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അലിയാരുടെ കണ്ണുകൾ ചെറിയ മണൽത്തരികൾ പോലെ എന്തിലോ പതിഞ്ഞു. കർച്ചീഫ് കൂട്ടി അയാൾ അതെടുത്ത് മണത്തു നോക്കി. കുന്തിരിക്കം. അലിയാരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ആ കുന്തിരിക്കം അയാൾ ഭദ്രമായി മടക്കി പോക്കറ്റിൽ തിരുകി. പിന്നെ കോവിലകം സീൽ ചെയ്തു. ആ സമയത്ത് മായാറിലെ വാടക വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു ചന്ദ്രകലയും പ്രജീഷും. തങ്ങളുടെ പണം തിരികെ കിട്ടിയതിൽ അതീവ സന്തോഷമുണ്ടായിരുന്നു ഇരുവർക്കും. ധൈര്യപൂർവ്വം അവർ ഇവിടേക്ക് തന്നെ പോകാൻ കാരണമുണ്ട്. സുരേഷ് കിടാവിൻ്റെ വീട്ടിൽ നിന്ന് പണമടങ്ങിയ പെട്ടിയുമായി ഇരുവരും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ വന്നു. കഷ്ടിച്ച് 50 മീറ്റർ പോയി കാണും. എതിരെ വന്ന ജീപ്പ് ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുകയും ജീപ്പിൽ പരിന്ത് റഷീദ് ഇരിക്കുന്നത് കാണുകയും ചെയ്തു. ഓട്ടോ ചുങ്കത്തറ വഴിക്കടവ്
മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ CI അലിയാരുടെ ബൊലോറോ വെട്ടിത്തിരിഞ്ഞു പോയി. ഇരുകൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണെന്ന് ബോധ്യമായി. ഇനി എന്ത് നടക്കുന്നു എന്നറിയണമല്ലോ. കിടാവിൻ്റെ കെട്ടിടത്തിൽ നിന്നു വരുന്ന റോഡ് കാണത്തക്ക വിധത്തിൽ ഒരു ഹോട്ടലിൽ കയറി. സാവധാനം പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. 2 വാഹനങ്ങളിലായി പരുന്തും സംഘവും മടങ്ങുന്നതും കണ്ടതോടെ ധൈര്യമായി. പരുന്ത് അത്ര വേഗം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ട്. തങ്ങളുടെ ഫോണുകൾ പരുന്തും മറ്റും ജീപ്പിൽ വെച്ച് പിടിച്ചെടുത്തിരുന്നു. അതിനാൽ അവർ വിലക്കുറഞ്ഞ 2 ഹാൻഡ്സെറ്റുകൾ വാങ്ങി. മസനഗുഡിയിൽ നിന്ന് ബ്രോക്കർ മുനിയാണ്ടിയുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ട് 2 സിം കാർഡുകളും സംഘടിപ്പിച്ചു. അതിന് പ്രത്യുപകാരമായി മുനിയാണ്ടിക്ക് 10,000 രൂപയും കൊടുത്തു. അവരെ ഇവിടെ എത്തിച്ചിട്ടാണ് മുനിയാണ്ടി പോയത്. പെട്ടിക്കുള്ളിൽ വസ്ത്രങ്ങളാണെന്ന് മുനിയാണ്ടിയോട് കള്ളവും പറഞ്ഞു. ഈ പണം എവിടെ സൂക്ഷിക്കും? കുളി കഴിഞ്ഞ് തലമുടി വിടർത്തിയിട്ടുകൊണ്ട് ചന്ദ്രകല പ്രജീഷിൻ്റെ അടുത്ത് വന്നിരുന്നു. പ്രജീഷ് ഒരു നിമിഷം ചിന്തിച്ചു. സുരക്ഷിതമായ ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ് അപകടം. നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് പ്രജീഷ് പുറത്തേക്കിറങ്ങി. മുറ്റത്തിൻ്റെ കോണിൽ കുറേ പാഴ്വസ്തുക്കൾ കിടപ്പുണ്ടായിരുന്നു. സന്ധ്യയാവട്ടെ മടങ്ങിവെന്ന് അയാൾ പറഞ്ഞു. ഇനി ഏതായാലും നമ്മളെ കൊല്ലാനോ ശ്രദ്ധിക്കാനോ ആരും വരത്തില്ല. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. എങ്കിലും ഒരു സംശയവും മനസ്സിൽ വെച്ചുകൂടാ. അയാൾ പറയുന്നത് അവൾക്ക് മനസ്സിലായില്ല. രാത്രി പ്രജീഷ് പണമടങ്ങിയ പെട്ടി ഒരു പഴയ ചാക്കിൽ പൊതിഞ്ഞു. പിന്നെ ആ കെട്ടിടത്തിലെ ലൈറ്റുകൾ മുഴുവൻ ഓഫ് ചെയ്തിട്ട് പെട്ടി കൊണ്ടുപോയി പാഴ്വസ്തുക്കൾക്കിടയിൽ ഉപേക്ഷിച്ചു. ഇനി അത് പണമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോലും ഒരുത്തനും വിശ്വസിക്കില്ല. അടുത്ത ദിവസമൊന്നും മഴ പെയ്യുമെന്ന പേടിയും വേണ്ട. പ്രജീഷ് ആവേശത്തോടെ ചന്ദ്രകല അയാളെ കെട്ടിപ്പുണർന്നു. രാത്രി കനത്തു. തൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് CI അലിയാർ പുറത്തു വന്നു. കറുത്ത പാൻറ് ഷർട്ടുമായിരുന്നു വേഷം. ഷർട്ടിന് പുറത്ത് ഒരു ജാക്കറ്റും റിവോൾവറും ടോർച്ചുമൊക്കെ അയാൾ ജാക്കറ്റിൻ്റെ പോക്കറ്റുകളിൽ തിരുകി സിബ് വലിച്ചിട്ടു. ശേഷം മുറ്റത്തിരുന്ന ബുള്ളറ്റ് ബൈക്കിൽ കയറി. നിലമ്പൂരിൽ നിന്ന് ആടിൻപാറയിലേക്കുള്ള പാതയിലേക്ക് ബൈക്ക് തിരിഞ്ഞു. റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഉണ്ടായിരുന്നില്ല. വടക്കേ കോവിലകത്തിന് ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ ഒരു മരത്തിൻ്റെ മറവിൽ ബൈക്ക് നിർത്തി. അവിടെ നിന്ന് കോവിലകം ലക്ഷ്യമാക്കി നടന്നു. കയറ്റം കയറി തുടങ്ങിയതോടെ വിയർത്തു തുടങ്ങി. ടോർച്ചും റിവോൾവറും ഭദ്രമായി കൈകളിലെടുത്തു. എങ്ങും കനത്ത നിശബ്ദതയും കൂരിരുട്ടും. ഏക്കറുകൾ ഉള്ള പറമ്പാണ് കോവിലകത്തിൻ്റേത്. അടുത്തെങ്ങും മനുഷ്യവാസമില്ല. നേർത്ത നാട്ടുവെളിച്ചത്തിൽ ഒരു ഇരുൾക്കോട്ട പോലെ തലയുയർത്തി നിൽക്കുന്ന കോവിലകം കണ്ടു. ഗേറ്റ് കടന്ന് അയാൾ ആറ്റുചരൽ വിരിച്ച മുറ്റത്തെത്തി. കാൽ കീഴിൽ ചരലുകൾ കരഞ്ഞ് ശബ്ദമുണ്ടായി. ചുറ്റും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് കഴിവതും കാൽ കീഴിൽ ശബ്ദം ഉണ്ടാകാതിരിക്കുകയും പരിശ്രമിച്ചുകൊണ്ട് CI അലിയാർ കോവിലകത്തേക്ക് അടുത്തു. പെട്ടെന്ന് അയാൾ നിന്നു. കാതുകൾ ജാഗരൂകമായി. കോവിലകത്തിനുള്ളിൽ സംസാരം കേൾക്കുന്നത് പോലെ. അല്പം കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. കാതുകൾ കൂർപ്പിച്ചു. ശരിയാണ്. പക്ഷേ മറ്റൊരു അമ്പരപ്പുണ്ടായിരുന്നു അലിയാർക്ക്. കേൾക്കുന്നതിൽ TV-യിൽ നിന്നുള്ള ശബ്ദമാണ്. തങ്ങൾ പൂട്ടി സീൽ ചെയ്ത കോവിലകത്ത് ആർ TV കാണാൻ? ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സ്വയം TV ഓണാകുന്നതും ഓഫാകുന്നതും കണ്ടിട്ടുണ്ട്. അതൊക്കെ ഹൊറർ സീനുകളായിരുന്നു. ഇവിടെ പക്ഷേ പെട്ടെന്ന് അറിയാതൊരു ഭീതി അലിയാരെ പൊതിഞ്ഞു. വെറും മിഥ്യയെന്ന് കരുതിയ പ്രേതങ്ങളുണ്ടോ? കോവിലകത്തു നിന്ന് പുറത്തേക്കുള്ള വാതിലുകൾ ഭദ്രമായി അടച്ചിട്ടാണ് തങ്ങൾ മുൻവാതിൽ പൂട്ടിയത്. അയാൾ ജനാലയ്ക്കിലും മാറി നിന്ന് അകത്തേക്ക് ശ്രദ്ധിച്ചു. TV-യുടെ വെളിച്ചം അതിൽ പ്രതിഫലിക്കുന്നു എന്നല്ലാതെ ഒന്നും വ്യക്തമല്ല. അകത്ത് എത്ര പേർ ഉണ്ടെങ്കിലും അതിൽ ഒരാളെ കയ്യിൽ കിട്ടിയാൽ മതി തനിക്ക് സത്യം കണ്ടെത്തുവാൻ. കരുതലോടെ അലിയാർ ആനവാതിൽക്കലെത്തി. സീൽ ചെയ്തിരുന്ന ഭാഗത്തെ തുണി വലിച്ചു മാറ്റി. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് പൂട്ട് തുറന്നു. അപ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടായി. സാവധാനം വാതിൽപ്പാളി അകത്തേക്ക് തള്ളി. എന്നാൽ അത് തുറക്കപ്പെട്ടില്ല. ആ സെക്കൻഡിൽ അലിയാർക്ക് ബോധ്യമായി വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു. അലിയാർ കൂടുതൽ ശക്തിയിൽ തള്ളി. വാതിലിലെ ഓട്ടുമണികൾ ശബ്ദിച്ചു. ഏതാനും സെക്കൻഡുകൾ. അകത്തെ TV-യുടെ ശബ്ദം നിലച്ചു. കോവിലകത്തിനുള്ളിൽ കടന്നവർ പുറത്തു പോകരുതെന്ന നിർബന്ധം ഉണ്ടായിരുന്നു അലിയാർക്ക്. അയാൾ വീണ്ടും മുൻവാതിൽ പൂട്ടിയിട്ട് അടുക്കള ഭാഗത്തേക്ക് കുതിച്ചു. അവിടുത്തെ വാതിലും അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് ഉറപ്പാക്കിയിട്ട് ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. SI സുകേഷിനെ കിട്ടി. സുകേഷേ, സ്റ്റേഷനിലുള്ള പോലീസുകാരെ കൂട്ടി പെട്ടെന്ന് വടക്കേ കോവിലകത്തേക്ക് വാ. സാർ. സുകേഷ് ചാടി എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ടു. 20 മിനിറ്റ്. 2 പോലീസ് വാഹനങ്ങൾ ഇരച്ചുവന്ന് ഗേറ്റിന് മുന്നിൽ നിന്നു. ഒരാൾ ഇറങ്ങി ഗേറ്റ് മലർക്കെ തുറന്നു. പോലീസ് വണ്ടികൾ കോവിലകത്തിന് മുന്നിൽ ബ്രേക്കിട്ടു. അടുത്ത നിമിഷം അലിയാരുടെ ഫോണിൽ സുകേഷിൻ്റെ കാൾ വന്നു. സാർ എവിടെയാ? അടുക്കള ഭാഗത്തുണ്ട്. 2-3 പേരെ ഇങ്ങോട്ടയക്കേ. സിവിൽ പോലീസ് ഓഫീസർ അടക്കം 3 പേർ അങ്ങോട്ട് വന്നു. നിങ്ങളിവിടെ നിൽക്ക്. ആരെങ്കിലും വാതിൽ തുറന്ന് പുറത്തു വന്നാൽ ഒന്നും നോക്കണ്ട. കാലുകൾ തല്ലി ഓടിച്ചിട്ടായാലും എനിക്ക് അവരെ കിട്ടണം. സാർ. അവർ ജാഗരൂകരായി. അലിയാർ കോവിലകത്തിന് മുന്നിലേക്ക് മടങ്ങി. ചുരുങ്ങിയ വാക്കുകളിൽ സുകേഷിനോട് കാര്യം പറഞ്ഞു. വാതിൽ പൊളിച്ചിട്ടായാലും നമുക്ക് അകത്ത് കയറണം സാർ. ആരും രക്ഷപ്പെടരുത്. സുകേഷ് ആവേശത്തിലായി. അലിയാർ വീണ്ടും ആനവാതിലിൻ്റെ പൂട്ട് തുറന്നു. സുകേഷ് വാതിൽപ്പാളിയിൽ ശക്തിയിൽ തള്ളി. അലിയാരിൽ നിന്ന് ആശ്ചര്യസൂചകമായ ഒരു ശബ്ദമുയർന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു.
ഇതെന്തു മറിമായം? നേരത്തെ ഇട്ടിരുന്ന ഓടാമ്പൽ ആരോ നീക്കം ചെയ്തിരിക്കുമെന്ന് അയാൾ സംശയിച്ചു. എങ്കിലും ആർക്കും ഇതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആശ്വാസവും ഉണ്ടായി. 2 കോൺസ്റ്റബിൾമാരെ അവിടെയും കാവൽ നിർത്തിയിട്ട് മറ്റുള്ളവരുമായി അലിയാർ അകത്തു കടന്നു. പെട്ടെന്ന് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു നരിച്ചീർ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചിറകടിച്ച് പാഞ്ഞുപോയി. ടോർച്ച് തെളിച്ച് അലിയാർ സ്വിച്ചുകൾ ഓരോന്നായി ഇട്ടു. കോവിലകത്ത് എല്ലായിടത്തും വെളിച്ചം നിറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ്റെയും അടയാളം പോലുമില്ല. പോലീസ് സംഘം എല്ലായിടത്തും അരിച്ചു പെറുക്കി. അത്ഭുതമായിരിക്കുന്നല്ലോ, ടി വിയുടെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടതാണ്. പിറുപിറുത്തുകൊണ്ട് അലിയാർ ടി വിക്ക് അരികിലേക്ക് ചെന്നു. സുരേഷ് കിടാവും കുടുംബവും അവിടെ താമസമാക്കിയ നേരത്ത് ടി വിയുടെ സ്ഥാനം നടുത്തളത്തിലേക്ക് മാറ്റിയിരുന്നു. തീന്മേശയ്ക്ക് അരികിലിരിക്കുമ്പോഴും കാണത്തക്ക വിധത്തിൽ അലിയാർ ടി വിയിൽ കൈവച്ച് നോക്കി. അതിന് ചൂടുണ്ടായിരുന്നു. നോക്കു സുകേഷേ, ഇതിന് ചൂടുണ്ട്, അലിയാർ പറഞ്ഞു. ഇത് ആരോ കാണുകയായിരുന്നു. പറയുന്നതിനിടയിൽ അലിയാർ മറ്റൊരു സാധനം കണ്ടു. SI സുകേഷ് ടി വിയിൽ തൊട്ടു നോക്കി. CI പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്കും ബോധ്യമായി. ആ സമയം താൻ കണ്ട സാധനം കെയിനിൻ്റെ അഗ്രം കുത്തി മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു അലിയാർ. അതെന്താ? പോലീസുകാരിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ഒരു കറുത്ത കമ്പിളിയായിരുന്നു അത്. ഇത്തരം ഒരെണ്ണം ഇവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല, അലിയാർ മന്ത്രിച്ചു. പിന്നെ പെട്ടെന്നത് അവിടെ തന്നെ ഇട്ടു. നമുക്കിനി മടങ്ങാം. എന്താണ് അലിയാർ അങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമായില്ല പോലീസ് സംഘത്തിന്. കോവിലകം പൂട്ടി സീൽ ചെയ്ത് അവർ മടങ്ങി. ബൊലോറയിൽ തൻ്റെ ബൈക്ക് വച്ച മരച്ചുവട്ടിൽ അലിയാർ ഇറങ്ങി. ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടും അയാളുടെ അർദ്ധശങ്ക മാറിയില്ല. ആ രാത്രി പിന്നീട് അലിയാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞതുമില്ല. ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ ചിതറിക്കിടക്കുന്നു. അവയെ ഒന്ന് ചേർത്ത് ക്രമമായി അടുക്കി വയ്ക്കുവാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. ചിലയിടങ്ങളിൽ പൊരുത്തക്കേടുകൾ ഏറെ. നേരെ പുലർന്നയുടൻ അലിയാർ SP ഷാജഹാന് ഫോൺ ചെയ്തു. തുടർന്ന് കേസിനെക്കുറിച്ച് വിശദമായി അവർ ചർച്ച ചെയ്തു. ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. അന്നത്തെ പത്രങ്ങളിൽ പരിദ്ര റഷീദിൻ്റെയും മറ്റും അറസ്റ്റും അനുബന്ധ വിവരങ്ങളും ഉണ്ടായിരുന്നു. ചാനലുകാർക്ക് വാർത്ത നൽകിയിരുന്നില്ല അലിയാർ. അത് മനഃപൂർവ്വമായിരുന്നു. MLA ശ്രീനിവാസക്കിടാവിന് ബന്ധമുള്ള ചില ചാനലുകളുണ്ട്. അവർ വാർത്ത മുക്കും. അതല്ലെങ്കിൽ അയാളെ വെള്ളപൂശും. പത്രവാർത്തകളിൽ പരുന്തിൻ്റെ മൊഴിയുടെ പ്രസക്ത ഭാഗങ്ങളുണ്ടായിരുന്നു. കിടാവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില വിവരങ്ങൾ. സമയം രാവിലെ 10 മണി. വടക്കേ കോവിലകത്തിന് മുന്നിൽ ഏതാനും പോലീസ് വാഹനങ്ങൾ ബ്രേക്കിട്ട് നിന്നു. അതിനു പിന്നാലെ ചില മീഡിയക്കാരും വന്നു. അലിയാർ അടങ്ങുന്ന പോലീസ് സംഘത്തോടൊപ്പം ഡോഗ് സ്ക്വാഡും ഇറങ്ങി. പോലീസ് നായ ഡോളി ചുറ്റും ഒന്ന് നോക്കി കുരച്ചു. കോവിലകം തുറന്ന് ഡോളിയുമായി അവർ അകത്ത് കയറി. എന്തോ വ്യത്യസ്തമായ ഒരു ഗന്ധം കിട്ടിയതുപോലെ ഡോളി മണം പിടിച്ചു. ഡോളിയെ തുടലിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് അലിയാർ നിർദ്ദേശം നൽകി. അതാ ആ കമ്പിളി, അത് മണപ്പിക്ക് ഡോളിയെ. പോലീസ് ഡോഗിനെ പിടിച്ചു നിർത്തി. ഗ്ലൗസ് അണിഞ്ഞ കൈകൊണ്ട് ആ ഓഫീസർ കമ്പിളി ഉയർത്തി. ഡോളി അതിൻ്റെ ഗന്ധം മനസ്സിലാക്കി. പിന്നെ കുരച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയക്കാരും വഴിയൊഴിഞ്ഞു. ഉൾവരാന്തയിലൂടെ ഓടിയ ഡോളി പാഞ്ചാലിയുടെ അടഞ്ഞുകിടന്നിരുന്ന മുറിക്ക് മുന്നിൽ നിന്ന് കുരച്ചു. സുകേഷേ, അലിയാർ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ സുരേഷ് പാഞ്ചാലിയുടെ മുറി തുറന്നു കൊടുത്തു. ഡോളി അകത്ത് കയറി. പിന്നെ ഭിത്തിക്കരികിലിരുന്ന അലമാരിയിലേക്ക് നോക്കി കുര തുടർന്നു. സുകേഷ് ആ തടി അലമാരിയെ തുറന്നു. അതിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ താഴെ വീണു. നിറയെ തുണികളല്ലാതെ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡോളി അതിലേക്ക് കാലുകൾ ഉയർത്തിവെച്ച് കുരച്ചുകൊണ്ടിരുന്നു. അലിയാർ തല കുടഞ്ഞു. എന്താണിത്? ദുരൂഹതകൾ ഏറുന്നതല്ലാതെ മറ്റൊന്നും മനസ്സിലാകുന്നില്ല. കോവിലകത്ത് നിന്ന് കിട്ടിയ ആ കമ്പിളിയുമായാണ് അലിയാർ മടങ്ങിയത്. അന്ന് തന്നെ പരിദ്ര റഷീദിനെയും മറ്റും കസ്റ്റഡിയിൽ കിട്ടുവാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നു. സമയം 4 മണി. കരുളായി. CI അലിയാരുടെ ബൊലോറോ ബലഭദ്രൻ തമ്പുരാൻ്റെ വീടിന് മുമ്പിൽ നിന്നു. അയാൾ ഇറങ്ങുമ്പോൾ വാതിൽക്കൽ ബലഭദ്രൻ പ്രത്യക്ഷനായി. അലിയാരെ സ്വീകരിച്ച് അകത്തിരുത്തി. ഞാൻ വന്നത്, അലിയാർ തുടങ്ങി. വടക്കേ കോവിലകത്തെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. തമ്പുരാൻ ഒരുപാട് കാലം താമസിച്ചതാണല്ലോ അവിടെ. അതെ, ബലഭദ്രൻ തലയാട്ടി. പുറത്തുനിന്ന് രഹസ്യമായി കോവിലകത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ രഹസ്യവാതിലുകൾ വല്ലതുമുണ്ടോ? ഉണ്ട്. തമ്പുരാൻ്റെ മറുപടി കേട്ടതും ഉടൻ കേസിന് തുമ്പുണ്ടാകും എന്ന് അലിയാർക്ക് തോന്നി. വിജയഭാവത്തിൽ അലിയാർ ഒന്ന് ചിരിച്ചു. എന്താണ് അങ്ങനെ ചോദിച്ചത്? ബലഭദ്രൻ CI അലിയാരെ സൂക്ഷിച്ചു നോക്കി. അലിയാർ കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. കോവിലകത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അവിടെ പ്രേതബാധയുണ്ടെന്നാണ് പലരുടെയും വിശ്വാസം. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അവിടെ നടക്കുന്ന ഓരോന്നിനും പിന്നിൽ മനുഷ്യൻ്റെ കരങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. അടഞ്ഞ കോവിലകത്ത് നിന്ന് ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ആരും കാണാതെ തിരികെ പ്രവേശിക്കുകയും ചെയ്യണമെങ്കിൽ രഹസ്യവാതിലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ഉണ്ട്, ബലഭദ്രൻ തമ്പുരാൻ വീണ്ടും പറഞ്ഞു. ഞാൻ ഒരിക്കലും ആ വഴി പുറത്തു പോയിട്ടില്ല. കാരണം ഉപയോഗിക്കാത്ത പാതയായതിനാൽ അതിനുള്ളിൽ പാമ്പുകളും മറ്റും ഏറെയുണ്ടാവും. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം തമ്പുരാൻ.
എവിടെയാണ് ആ രഹസ്യവാതിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അലിയാർക്ക് തിടുക്കമായി. ബലഭദ്രൻ ശബ്ദം താഴ്ത്തി. നിലവറയിൽ എവിടെയാണ് അതിൻ്റെ സ്ഥാനം? ഞങ്ങളുടെ മുത്തച്ഛന്മാർ പലരെയും അടക്കം ചെയ്തിട്ടുള്ളതും അവിടെയാണ്. ഒരുപക്ഷെ അവർ രഹസ്യമായി ആരെയെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും അവിടെ തന്നെയാകും അടക്കിയിരിക്കുക. അതേ കാരണം കൊണ്ട് കുട്ടികൾക്കാർക്കും അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു. ബലഭദ്രൻ ഒന്ന് നിർത്തി. സുമംഗല ഇരുവർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. കപ്പുയർത്തി ഒരിറക്ക് അകത്താക്കിയിട്ട് അയാൾ തുടർന്നു. പ്രായമായി കഴിയുമ്പോൾ ഒരുപാട് തിരക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങളാരും അങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിർന്നിട്ടില്ല. അലിയാരും ചായ കുടിച്ചുകൊണ്ടിരുന്നു. ബലഭദ്രൻ വീണ്ടും പറഞ്ഞു. ഇനി രസകരമായ മറ്റൊരു വസ്തുതയുണ്ട്. വേറെയും രഹസ്യവാതിലുണ്ട് കോവിലകത്ത്. അത് പക്ഷേ എനിക്കറിയില്ല. അതെന്താ? അലിയാർ ജിജ്ഞാസുവായി. അത് പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു രീതിയോ? കോവിലകത്തെ ആദ്യത്തെ സന്താനത്തിന് മാത്രം ആ വാതിലിനെ കുറിച്ച് അച്ഛൻ തമ്പുരാൻ പറഞ്ഞു കൊടുക്കും. മൂത്ത പുത്രനാണ് കോവിലകം എന്നതുകൊണ്ട് തന്നെ ഒരു അടിയന്തരഘട്ടം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണത്. അലിയാർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. സുരേഷ് കിടാവിൻ്റെ മക്കളെ കാണാതായപ്പോൾ കോവിലകത്തിന് ചുറ്റുമുള്ള പറമ്പ് മുഴുവൻ തങ്ങൾ അരിച്ചു പെറുക്കിയതാണെന്ന് അയാൾ ഓർത്തു. അവിടെ എങ്ങും ഒരു രഹസ്യവാതിലിൻ്റെ അടയാളം പോലും കണ്ടിട്ടില്ല. ഏതായാലും ഈ കിട്ടിയ വിവരങ്ങൾ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ രാമഭദ്രൻ തമ്പുരാന് ഏക മകളായ കാരണത്താൽ പാഞ്ചാലിയോടും മറ്റാർക്കും പറഞ്ഞു കൊടുത്തിട്ടല്ലാത്ത വാതിലിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കും. അല്പനേരം കൂടി ബലഭദ്രനോട് സംസാരിച്ചിരുന്ന ശേഷം അലിയാർ യാത്ര പറഞ്ഞു. അടുത്ത ദിവസം കോടതി പരിന്ത് റഷീദിനെയും കൂട്ടരെയും 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പരിന്തെ? രഹസ്യമുറിയിൽ വെച്ച് അലിയാർ അയാളുടെ തലമുടിയിലൂടെ വിരൽ കടത്തി ഒന്ന് മുറുക്കി. ഹാ! തലമുടി പിഴുതു പോകുന്ന വേദനയിൽ പരിന്ത് റഷീദ് പുളഞ്ഞു. തുടങ്ങാൻ പോകുന്നതേയുള്ളൂ പരിന്തെ. ഇനി എന്നിൽ നിന്ന് ദയയുടെ ഒരു കണിക പോലും നീ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായി നടത്തിയ കൊലപാതകങ്ങൾ മുഴുവൻ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായത്. അതിനാൽ ഇനിയും എന്നോട് പറഞ്ഞിട്ടില്ലാത്തതൊക്കെ പറഞ്ഞോണം. അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത വേദനകളും പീഡനങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടി വരും. അലിയാർ പിടിവിട്ടു. പേടിയോടെ പരിന്ത് അയാളെ നോക്കി. അലിയാർ ഒരു കസേര നീക്കിയിട്ട് പരിന്തിന് അഭിമുഖമായിരുന്നു. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനുള്ള മറുപടി നിന്റെ പക്കലുണ്ട്. നീ MLA കിടാവിനോടൊപ്പം ചേർന്ന ശേഷം എന്തൊക്കെ ചെയ്തു? ഒക്കെ അറിയണം എനിക്ക്. പരിന്ത് തലയാട്ടി. തീർന്നില്ല. കുറേ കാലം ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും കാവൽപ്പട്ടികൾ ആയിരുന്നല്ലോ നീയും അണലി അക്ബറും. അപ്പോൾ നടന്നതും അറിയണം. താൻ മിണ്ടാതിരുന്നാൽ CI അലിയാർ തന്നെ ചതച്ചു പിഴിയുമെന്ന് പരിന്തിന് മനസ്സിലായി. പോരെങ്കിൽ ഇയാളെ കൊല്ലാൻ 2 തവണ ശ്രമിച്ചതിൻ്റെ പകയുമുണ്ട്. എല്ലാം പറയുവാൻ അയാൾ തയ്യാറായി. അപ്പോൾ കടന്നു വന്ന SI സുകേഷ് ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്തു. CI അലിയാർ ചോദ്യം തുടങ്ങി. കുറച്ച് പഴയതിൽ നിന്ന് തുടങ്ങാം പരിന്തെ. പാഞ്ചാലിയുടെ അച്ഛൻ രാമഭദ്രൻ തമ്പുരാൻ എങ്ങനെയാണ് മരിച്ചത്? പരിന്ത് സുകേഷിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ക്യാമറയിലേക്ക് ഒന്ന് നോക്കി. പിന്നെ ചുണ്ടനക്കി. കൊന്നതാ. നാടുകാണി ചുരത്തിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് സൃഷ്ടിക്കുകയായിരുന്നു. ആരായിരുന്നു അതിന് പിന്നിൽ? പ്രധാനമായും കിടാവു സാറ്. അദ്ദേഹത്തിന് കോവിലകം സ്വന്തമാക്കണമെന്ന സ്വപ്നമുണ്ടായിരുന്നു. പിന്നെ ചന്ദ്രകല മേഡത്തിനും അക്കാര്യത്തിൽ മനസ്സറിവുണ്ട്. അലിയാർ അമർത്തി മൂളി. ഞാനിത് പ്രതീക്ഷിച്ചതാ. പിന്നെ രാമഭദ്രൻ്റെ ഭാര്യ വസുന്ധര മരിച്ചതോ? അത് ചന്ദ്രകല മേഡവും പ്രജീഷ് സാറും കൂടി ഉണ്ടാക്കിയ കുരുക്ക. ഈ മേഡവും സാറും ഒന്നും വേണ്ട. ചന്ദ്രകലയും പ്രജീഷും. അങ്ങനെ പറഞ്ഞാൽ മതി. നീ മനസ്സിലായോ? SI സുകേഷാണ് കൽപ്പിച്ചത്. പരിന്ത് തലയാട്ടി. തുടർന്ന് അലിയാരുടെ ചോദ്യങ്ങൾക്കെല്ലാം പരിന്ത് സത്യസന്ധമായ മറുപടി നൽകി. അല്പനേരത്തേക്ക് ഞെട്ടിത്തരിച്ചിരുന്നു പോയി അലിയാരും സുകേഷും. MLA ശ്രീനിവാസ കിടാവിൻ്റെ അക്കൗണ്ടിൽ മാത്രം 2 ഡസനോളം കൊലപാതകങ്ങൾ. ഇനി ചന്ദ്രകലയെയും പ്രജീഷിനെയും കുറിച്ച് പറയടാ. അലിയാർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ഒരു സീരിയൽ നടിയുണ്ടായിരുന്നല്ലോ, സൂസൻ. അവരെ കൊന്നത് ചന്ദ്രകലയോ പ്രജീഷോ ആണ്. ഞാനും അണലിയും കൂടിയാണ് മൃതദേഹം ഊട്ടിക്ക് പോകുന്ന വഴിയിൽ കൊണ്ടിട്ടത്. കാർ അപകടമെന്ന് വരുത്തി തീർത്തുകൊണ്ട്. അലിയാർ അമ്പരന്നു. ഇതുവരെ അതൊരു ആക്സിഡൻ്റ് എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്തിനാണ് സൂസനെ കൊന്നത്? സുകേഷ് തിരക്കി. അതറിയത്തില്ല സാറേ. ഒരുപക്ഷെ റേപ്പ് ചെയ്യപ്പെട്ടായിരിക്കും അവർ ചത്തത്. സൂസൻ അതീവ സുന്ദരിയായിരുന്നുവെന്ന് സുകേഷ് ഓർത്തു. ഒരു വട്ടം അവരെ താൻ നേരിൽ കണ്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. അതിനിടെ മറ്റൊരു സത്യം കൂടി പരിന്തിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നു. MLA ശ്രീനിവാസ കിടാവ് ചന്ദ്രകലയ്ക്ക് കോവിലകം വിൽപ്പനയുടെ അഡ്വാൻസ് നൽകിയ തുക തീർത്തും വ്യാജനാണ്. കള്ളനോട്ട്. കിടാവിനെ പോലെ ഒരാൾ ഇനിയും സ്വതന്ത്രനായി നടന്നാൽ അത് ഈ രാജ്യത്തിന് എല്ലാ തരത്തിലും അപകടമാണെന്ന് അലിയാർ അറിഞ്ഞു. പക്ഷേ അയാൾ ഒരു MLA ആണ്. അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെയും തൻ്റെ മേലധികാരികളുടെയും അനുമതി വേണം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണിത്. കാര്യങ്ങൾ മീഡിയകൾക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി കോടതിയെ ധരിപ്പിക്കുന്നതാണ് ഉചിതമെന്ന് അലിയാർ അനുമാനിച്ചു. അവിടെ നിന്ന് മാത്രമേ നീതി ലഭിക്കൂ. സുകേഷിൻ്റെ കയ്യിൽ നിന്ന് ടേപ്പ് ചെയ്ത പരിന്തിൻ്റെ മൊഴിയടങ്ങിയ CD അലിയാർ വാങ്ങി.
അടുത്ത ദിവസം വടക്കേ കോവിലകം നിലവറയിലെ രഹസ്യമാർഗം പരിശോധിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകളുമായി CI അലിയാരും സംഘവും എത്തി. ഒപ്പം ഫയർഫോഴ്സ് ജീവനക്കാരും. ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. കോവിലകം തുറന്ന് ആ സംഘം നിലവറ വാതിൽക്കലെത്തി. അത് വളരെ പ്രയാസപ്പെട്ട് തുറന്നു. അകത്തുനിന്ന് ദുഷിച്ച വായുവിൻ്റെ ഗന്ധം പുറത്തേക്ക് വന്നു. മാസ്കും ഗ്ലൗസുകളും ഹെഡ്ലൈറ്റും മറ്റുമായി അലിയാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അടക്കം അകത്തേക്കിറങ്ങി. താഴേക്ക് 6 പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്ത നിമിഷം നരിച്ചീറുകൾ ചിറകടിച്ച് പാഞ്ഞു വന്നു. ചുഴലിക്കാറ്റിൽ കരിയിലകൾ പറന്നു ഉയർന്നതുപോലെ നിലവറ വാതിൽ വഴി അവ പുറത്തേക്ക് പാഞ്ഞു. നിലവറയാകെ ചിലന്തി വലകൾ. ആ ക്ഷണം തന്നെ അലിയാർ ഒന്നറിഞ്ഞു. ഈ വഴിയല്ല ആരും കോവിലകത്തിനുള്ളിലേക്ക് വരുന്നത്. എങ്കിലും ഇവിടം പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അവർക്ക് തോന്നി. വെളിച്ചത്തിൻ്റെ വാളുകൾ കണക്കെ നിലവറയിലെ ഇരുട്ടിൽ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം അങ്ങിങ്ങു പാഞ്ഞു. ബലഭദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് അലിയാർക്ക് ഉറപ്പായി. ഏകദേശം 4 മുറികളുള്ള വലിപ്പമുള്ള ആ നിലവറയിൽ മുനിയറകൾ പോലെ കല്ലറകൾ കണ്ടു. തറയിൽ നിന്ന് കല്ലുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ നിലയിലായിരുന്നു അവയുടെ നിർമ്മാണം. അലിയാർ കല്ലറകൾ പരിശോധിച്ചു. എന്നാൽ അവയിലൊന്നും ആരുടെയും പേരുകൾ കൊത്തിവെച്ചിരുന്നില്ല. ഇതിനുള്ളിൽ ശവശരീരങ്ങൾ അടക്കം ചെയ്തത് തന്നെയാണോ? അതോ ചില ക്ഷേത്രങ്ങളിലേതുപോലെയുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങളോ മറ്റോ? ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ CI അലിയാർ കല്ലറകൾ എണ്ണി നോക്കി. 9 എണ്ണം. അയാൾ അവ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. പൊടുന്നനെ അലിയാരുടെ നെറ്റി ചുളിഞ്ഞു. ചില കല്ലറകളുടെ സ്ലാബുകളിൽ രണ്ടാമത് സിമൻറ്റ് വെച്ച് ഉറപ്പിച്ചിരിക്കുന്നത് പോലെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ അടുത്തുള്ളതിനാൽ അയാൾ തൻ്റെ സംശയം പുറത്തു പറഞ്ഞില്ല. മാത്രമല്ല രഹസ്യമാർഗത്തിൻ്റെ വാതിലും കണ്ടില്ല. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുതല്ലോ. അലിയാർ തിരിഞ്ഞ് SI സുകേഷിനെ നോക്കി. എന്താണ് സാർ? സുകേഷിന് പിടികിട്ടിയില്ല. അലിയാർ വിശദീകരിച്ചു. നിലവറയുടെ വാതിൽ ഭദ്രമായി അടച്ച നിലയിലായിരുന്നു. എന്നാൽ നമ്മളത് തുറന്നപ്പോൾ ധാരാളം നരിച്ചീറുകൾ പറന്നുപോയി. അതെങ്ങനെ? സുകേഷിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നെറ്റി ചുളിഞ്ഞു. പുറത്തുനിന്നല്ലാതെ എങ്ങനെ നരിച്ചീറുകൾക്ക് ഇതിനുള്ളിൽ കടക്കാൻ കഴിയും സാർ? ഇനി അഥവാ നേരത്തെ അവറ്റകൾ കയറിക്കൂടിയിട്ടുണ്ടെന്നും പെറ്റുപെരുകിയതാണെന്നും കരുതാം. പക്ഷേ അവയ്ക്കുള്ള ആഹാരം ഇതിനുള്ളിൽ എങ്ങനെ കിട്ടും? സുകേഷ് തന്നെക്കാൾ ഒരു പടി മുന്നോട്ട് നീങ്ങി ചിന്തിച്ചു കയറിയിരിക്കുന്നു. അലിയാർ ഓർത്തു. ഭിത്തികളിൽ മാറാലകൾ അസംഖ്യം തൂങ്ങിക്കിടക്കുകയാണ്. ആ സംഘം അത് മാറ്റി പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ കണ്ടു ഒരു ചെറിയ വെന്റിലേറ്റർ വലിപ്പത്തിൽ വാരം. അതിനപ്പുറം കട്ട പിടിച്ച ഇരുട്ട്. ആ വഴിയാവണം നരിച്ചീറുകൾ അകത്തെത്തിയിരിക്കുന്നത്. എന്നാൽ വാതിലെവിടെ? തട്ടിയും മുട്ടിയും അവർ പരിശോധന തുടർന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അകത്തുനിന്നോ പുറത്തുനിന്നോ വാതിൽ ഭാഗം സിമൻറ്റ് വെച്ച് അടച്ചിരിക്കുന്നു. മാത്രമല്ല ഭിത്തികൾ കറുത്ത പെയിൻറ്റ് തേച്ചതുമാണ്. പൊടുന്നനെ ഭിത്തിക്ക് ഒരു ശബ്ദമാറ്റം. അപ്പുറം പൊള്ളയായ ഭാഗം പോലെ. ഫയർഫോഴ്സുകാർ കട്ടർ ഉപയോഗിച്ച് ആ ഭാഗം പൊളിച്ചു. ആശ്ചര്യസൂചകമായി ഒരു ശബ്ദം അവരിൽ നിന്നുയർന്നു. ഇഷ്ടികകൾ അടക്കിയ നിലയിലായിരുന്നു അവിടം. അകഭാഗത്ത് മാത്രം സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അവർ ഇഷ്ടികകൾ നീക്കം ചെയ്തു. അപ്പുറത്ത് ഏതാണ്ട് 4 അടി ഉയരവും 5 അടി വീതിയുമുള്ള ഗുഹ. അതിനുള്ളിലും പൊടിയും മാറാലകളും. അടുത്ത നിമിഷം കാൽച്ചുവട്ടിൽ നിന്നെന്നവണ്ണം ഒരു പാമ്പിൻ്റെ സീൽക്കാരൻ. അവർ 2 അടി പിന്നോട്ട് മാറി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഒരു പാമ്പിൽ പതിഞ്ഞു. 8 അടിയിലധികം നീളം വരുന്ന സ്വർണ്ണ നിറമുള്ള ഒരു മൂർഖൻ. അത് ഫണം വിടർത്തി നിൽക്കുകയാണ്. വെളിച്ചമടിച്ച് അതിൻ്റെ കുഞ്ഞു കണ്ണുകൾ ചുവന്ന മുത്തുകൾ പോലെ തിളങ്ങി. സാർ, അങ്ങോട്ട് പോകരുത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അലിയാരെ വിലക്കി. പോകുന്നില്ല. ഈ വഴി ആരും കോവിലകത്തിനുള്ളിലേക്ക് വരില്ലെന്ന് ഉറപ്പ്. അങ്ങനെ പറഞ്ഞെങ്കിലും അലിയാർക്ക് ആ തുരങ്കത്തിൻ്റെ അങ്ങേയറ്റം എവിടെയെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ശരിക്ക് അടയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇഷ്ടികകൾ പഴയപടി വെച്ചിട്ട് അവർ നിലവറയിൽ നിന്നിറങ്ങി. അന്ന് രാത്രി CI അലിയാരും SI സുകേഷും വീണ്ടും കോവിലകത്ത് ചെന്നു. ഏതാണ്ട് 11 മണി കഴിഞ്ഞിരുന്നു. കോവിലകത്തിനുള്ളിൽ കനത്ത നിശബ്ദതയാണ്. അന്ന് ആരും അവിടെ വന്നിട്ടില്ലെന്ന് ഉറപ്പ്. കമ്പിപ്പാരയും മറ്റും ഉണ്ടായിരുന്നു അവരുടെ പക്കൽ. സാർ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സുകേഷ് ചോദിച്ചു. തങ്ങളുടെ ആഗമനോദ്ദേശ്യം അലിയാർ അയാളോട് പറഞ്ഞിരുന്നില്ല. ഇന്ന് പകൽ ഇവിടെ വന്നതോടുകൂടി എനിക്ക് ചില സംശയങ്ങളുണ്ടായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അലിയാർ സുകേഷിനെയും കൂട്ടി നിലവറയിൽ ഇറങ്ങി. രാവിലെ നോക്കിവെച്ച കല്ലറകളിൽ ഒന്നിൻ്റെ അടുത്ത് ചെന്നു. പുതിയതായി സിമൻറ്റ് പിടിപ്പിച്ചതുപോലെ തോന്നിയ കല്ലറയായിരുന്നു അത്. ഇത് നമുക്ക് പൊളിക്കണം. അലിയാർ ഒരു കമ്പിപ്പാര എടുത്തു. സുകേഷും. കല്ലറയുടെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ഇരുവരും സ്ലാബിന് അടിഭാഗം കുത്തിയിളക്കാൻ ശ്രമിച്ചു. ആ ശബ്ദം ഭീകരമായി നിലവറയിൽ മുഴങ്ങി. സാർ, ശബ്ദം പുറത്ത് കേൾക്കില്ലേ? സുകേഷിന് നേരിയ ഭയം. നിലവറയുടെ വാതിൽ അടച്ചിരിക്കുന്നതിനാൽ അതിന് സാധ്യതയില്ല. മാത്രമല്ല അടുത്തെങ്ങും വീടുകളില്ലല്ലോ. ഇരുവരും വീണ്ടും പണി തുടർന്നു. കമ്പിപ്പാരകളുടെ അഗ്രത്ത് തീപ്പൊരികൾ ചിതറി. പെട്ടെന്ന് സ്ലാബ് ഇളകി. അലിയാർക്കും സുകേഷിനും ആവേശം ഉദ്വേഗവും വർദ്ധിച്ചു. അവർ ഒരു വശത്തേക്ക് മാറി നിന്നു. കമ്പിപ്പാരകളുടെ അറ്റം സ്ലാബിനടിയിലേക്ക് കുത്തിക്കയറ്റി അത് ഒരു വശത്തേക്ക് നീക്കി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബന്ധിച്ച ശിലകൾ എന്ന വണ്ണം നിരങ്ങി നീങ്ങുന്ന ശബ്ദമുണ്ടായി.
ഇരുവരും ആകാംക്ഷയോടെ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം അതിനുള്ളിൽ തിളങ്ങി. എന്നാൽ അതിനുള്ളിൽ ശവശരീരത്തിൻ്റെ യാതൊരു അംശവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തിളങ്ങുന്ന എന്തിലോ വെളിച്ചം പതിഞ്ഞു. അലിയാർ അത് കുനിഞ്ഞെടുത്തു. അതിൽ നിന്ന് നൂറുകണക്കിന് വെളിച്ചത്തിൻ്റെ പ്രതിഫലനമുണ്ടായി. പച്ച, ചുവപ്പ്. ഇത് അമൂല്യമായ രത്നമാണ് പറഞ്ഞുകൊണ്ട് അയാൾ ആ രത്നം കർച്ചീഫിൽ പൊതിഞ്ഞ് പോക്കറ്റിൽ വെച്ചു. ശേഷം സുകേഷിന് നേർക്ക് നോട്ടമയച്ചു. ഈ കല്ലറയിൽ മൃതദേഹം ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാതിരിക്കുകയും രത്നം ലഭിക്കുകയും ചെയ്തതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു സുകേഷേ? സുകേഷിൻ്റെ മുഖത്തൊരു പുഞ്ചിരി മിന്നി. ഇതിൽ മൃതദേഹത്തിന് പകരം രത്നങ്ങളായിരുന്നു സാർ ഉണ്ടായിരുന്നത്. എപ്പോഴോ. പക്ഷേ ആരോ അത് കൊള്ളയടിച്ചു. യുവർ കറക്റ്റ്, അലിയാർ സമ്മതിച്ചു. പക്ഷേ ആരാ? ഈ നിലവറയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ ആരോ. ഒരു പക്ഷേ MLA ശ്രീനിവാസക്കിടാവ്. അതുകൊണ്ടാവാം അയാൾക്ക് കോവിലകം വാങ്ങുവാൻ അമിത താല്പര്യം ഉണ്ടായിരുന്നത്. തൻ്റെ ഐഡിയ പോസിബിളാവാം. എങ്കിലും നമ്മൾ എല്ലാ വശങ്ങളും ചിന്തിക്കണം. കിടാവ് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധ്യത? സുകേഷ് പറഞ്ഞു. അങ്ങനെ സംശയിക്കാൻ ഒരു മുഖമോ ഒരു പേരോ ഇപ്പോൾ നമ്മുടെ മുന്നിലില്ലല്ലോ സാർ. ഇല്ല. എന്നാൽ നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നിൽ നിന്ന് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അതേ കാരണം കൊണ്ട് തന്നെയാവാം അയാൾ കോവിലകത്ത് പ്രേതം എന്ന മറ സൃഷ്ടിക്കുന്നതെങ്കിലോ? അതിനും 100 സാർ സാധ്യത. ബാക്കി കല്ലറകൾ തുറക്കണോ സാർ? ജിയോളജി വകുപ്പിന് താല്പര്യമുള്ള കേസാകും ഇത്. അവസാനം നമ്മൾ രത്നങ്ങൾ മോഷ്ടിച്ചെടുത്തു എന്നുള്ള പഴിയുണ്ടാകുമോ? അലിയാർ സമ്മതിച്ചു. അതിന് സാധ്യതയുണ്ട്. പോരെങ്കിൽ ഇവിടുത്തെ മോഷ്ടാവ് പ്രബലനായിരിക്കാം. നമുക്കൊക്കെ അറിയാവുന്ന ആളും ആണെന്നിരിക്കും. അയാൾ നമുക്കെതിരെ കരുക്കൾ നീക്കിയെന്നുമിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അയാളെയാണ്. അയാളുടെ നാവിൽ നിന്ന് തന്നെ എല്ലാം പുറലോകം അറിയണം. ആരെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അലിയാർ അങ്ങനെ സംസാരിക്കുന്നതെന്ന് സുകേഷിന് തോന്നി. പക്ഷേ തിരക്കിയില്ല. തൽക്കാലം നമ്മൾ മനസ്സിലിരിക്കണം ഈ രഹസ്യം. ആദ്യം ഈ ഡയമണ്ടിൻ്റെ മൂല്യം അറിയണം. അലിയാർ പാൻറ്റിൻ്റെ പോക്കറ്റിന് മീതെ ഒന്ന് വിരലോടിച്ചു. അടുത്ത ദിവസം മായാർ. ബ്രോക്കർ മുനിയാണ്ടി ഏർപ്പാട് ചെയ്ത കാറിൽ ചന്ദ്രകലയും പ്രജീഷും മൈസൂറിന് പോയി. നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്ന റേഞ്ച് റോവർ കാർ വാങ്ങുവാൻ റെഡി ക്യാഷ് കൊടുക്കാനായിരുന്നു തീരുമാനം. അത്രയും പണം എവിടെ നിന്നാണെന്ന് അന്വേഷണം ഉണ്ടായാൽ ഭൂമി വിൽപ്പന എന്ന സോഴ്സ് കാണിക്കാനായിരുന്നു ചന്ദ്രകലയുടെ തീരുമാനം. ഷോറൂമിൽ നൽകേണ്ട ഫോമുകൾ ഫില്ല് ചെയ്ത് അവർ ഒപ്പിട്ടു. ശേഷം ഷോറൂം ക്യാഷ് കൗണ്ടറിൽ പണം അടയ്ക്കുവാൻ പോയി. എണ്ണി തിട്ടപ്പെടുത്തിയ 2000-ൻ്റെ നോട്ടുകെട്ടുകൾ ചന്ദ്രകല കിളിവാതിലൂടെ ക്യാഷറുടെ മുന്നിലേക്ക് വെച്ചു. മെഷീനിലേക്ക് പണം വെച്ചതും ക്യാഷറുടെ കണ്ണുകൾ കുറുകി. മാഡം 1 മിനിറ്റ്. കൗണ്ടറിൽ ചന്ദ്രകല എടുത്തു വെച്ച മറ്റൊരു കെട്ട് നോട്ട് കൂടി എടുത്തു മറിച്ചു നോക്കി. ക്യാഷ് കൗണ്ടറിലിരുന്ന സുന്ദരിയായ യുവതി. മാഡം 1 നിമിഷം നിൽക്കണേ പറഞ്ഞിട്ട് അവൾ കൗണ്ടറിലിരുന്ന പണം അത്രയും തൻ്റെ മുന്നിലെ മേശപ്പുറത്തേക്ക് ഇറക്കി വെച്ചു. പൂട്ടി. ശേഷം ഒരു കെട്ട് നോട്ടുമായി മാനേജറുടെ റൂമിലേക്ക് പോയി. 1 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന യുവതി മാനേജർ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. പ്രജീഷും ചന്ദ്രകലയും മാനേജറുടെ ക്യാബിനിലേക്ക് ചെന്നു. തലയിൽ 3/4 ഭാഗത്തോളം കഷണ്ടി കയറിയ ആളായിരുന്നു മാനേജർ. അയാൾ ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, ഇരിക്കൂ. ചന്ദ്രകലയും പ്രജീഷും മാനേജർക്ക് എതിരെയിരുന്നു. നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ വന്നുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി. GSTയുടെ കാലമാണല്ലോ. ഇത്രയും പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മറുപടി പറഞ്ഞത് ചന്ദ്രകലയാണ്. സാർ, എൻ്റെ പേരിലുള്ള കോവിലകം വിൽക്കാൻ കരാറായപ്പോൾ കിട്ടിയ അഡ്വാൻസാണ്. ഐ സി. മാനേജർ തല കുലുക്കിക്കൊണ്ട് ഗ്ലാസ് ക്യാബിനിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു പോലീസ് വാഹനം വന്നു നിൽക്കുന്നത് കണ്ടു. ഷോറൂം മാനേജറുടെ മുഖത്ത് ഒരു ഗൂഢമന്ദസ്മിതം മിന്നുന്നത് ചന്ദ്രകലയും പ്രജീഷും കണ്ടു. അതുകൊണ്ട് തന്നെ അവരും തിരിഞ്ഞ് മാനേജർ നോക്കിയ ഭാഗത്തേക്ക് കണ്ണയച്ചു. ഗ്ലാസ് ഭിത്തിയിലൂടെ അവരും കണ്ടു കർണാടക പോലീസ് സംഘത്തെ. എന്നാൽ ഇരുവർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താ സാർ പോലീസൊക്കെ? പ്രജീഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ എങ്ങനെ കള്ളന്മാരോ കള്ളനോട്ടുകാരോ ഉണ്ടാവും? ദിവസവും കോടികളുടെ ബിസിനസ് നടത്തുന്ന സ്ഥാപനമല്ലേ ഇത്? പ്രജീഷ് തലകുലുക്കി. എന്നാൽ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് തന്നെ വണ്ടി ഡെലിവറിയാകുമല്ലോ. ചന്ദ്രകല എഴുന്നേൽക്കാൻ ഭാവിച്ചു. വണ്ടി ഇന്ന് കിട്ടും. അതിനു മുൻപ് 1-2 ഫോർമാലിറ്റികൾ കൂടിയുണ്ട്. മാഡം ഇരിക്കണം, മാനേജർ പറഞ്ഞു. ചന്ദ്രകല ഇരുന്നു. ആ നിമിഷം ഗ്ലാസ് ഡോർ തള്ളിത്തുറന്ന് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അകത്തെത്തി. വരണം സാർ. മാനേജർ എഴുന്നേറ്റു. അകത്തെത്തിയ പോലീസ് സംഘം ചന്ദ്രകലയെയും പ്രജീഷിനെയും ഒന്ന് നോക്കി. ഇവരാണോ? അതെ. ചന്ദ്രകലയും പ്രജീഷും അമ്പരന്നു. കാര്യം വ്യക്തമാകുന്നില്ല. സംശയത്തോടെ ഇരുവരും മാനേജർക്ക് നേരെ തിരിഞ്ഞു. എന്താണ് സാർ? എല്ലാം മനസ്സിലാക്കി തരാം പറഞ്ഞത് ഇൻസ്പെക്ടറാണ്. മാനേജർ പെട്ടെന്ന് 2000-ൻ്റെ ഒരു കെട്ട് നോട്ടെടുത്ത് ഇൻസ്പെക്ടർക്ക് നീട്ടി. അത് തങ്ങൾ കൊണ്ടുവന്ന പണമാണെന്ന് ചന്ദ്രകലയും പ്രജീഷും തിരിച്ചറിഞ്ഞു. ബാക്കി പണം ക്യാഷ് കൗണ്ടറിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതാണ് അപ്പോൾ തന്നെ സാറിനെ വിവരം അറിയിച്ചത്. ഇൻസ്പെക്ടർ ആ നോട്ട് കെട്ട് പുസ്തകം മറിക്കുന്നത് പോലെ ഒന്ന് മറിച്ചു. ബാക്കി കൂടി എടുപ്പിക്കേ. മാനേജർ ഫോണെടുത്ത് ആർക്കോ ഒരു നിർദ്ദേശം നൽകി. മിനിറ്റുകൾക്കുള്ളിൽ ക്യാഷ് കൗണ്ടറിലിരുന്ന സുന്ദരി ചന്ദ്രകലയും പ്രജീഷും കൊടുത്ത ബാക്കി പണവുമായി വന്നു. ഞങ്ങൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല സാർ. എന്താ ഇതൊക്കെ? പ്രജീഷ് മുഷിഞ്ഞു.
അടുത്ത നിമിഷം ഇൻസ്പെക്ടർ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചു ചേർത്തു. കള്ളനോട്ട് കൊടുത്ത് കാർ വാങ്ങാമെന്ന് കരുതി അല്ലേടാ സ്കൗണ്ടറൽ? കള്ളനോട്ടോ? ശിരസിൽ തീഗോളം പതിച്ചതുപോലെ ചന്ദ്രകലയും പ്രജീഷും നടുങ്ങി. ഇത് കള്ളനോട്ടല്ല, ഒറിജിനലാ. അതൊക്കെ നമുക്ക് തെളിയിക്കാം. ഇൻസ്പെക്ടർ പ്രജീഷിനെ പോലീസുകാർക്ക് നേരെ തള്ളി. ടേക്ക് ഹിം. പ്രജീഷ് പോലീസ് കസ്റ്റഡിയിലായി. ഏയ് എന്തിത്? ചന്ദ്രകലയുടെ ശബ്ദം വിറച്ചു. മാഡം, ഈ രാജ്യത്തിന് ഒരു നിയമമുണ്ട്, ഭരണഘടനയുണ്ട്. അതിൽ സ്വന്തമായി നോട്ടടിച്ച് വിതരണം ചെയ്യാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. രാജ്യദ്രോഹ കുറ്റമാണത്. ചന്ദ്രകലയ്ക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകും സാർ. ഒറിജിനൽ നോട്ട് തന്നെയാണ് ഞങ്ങളുടേത്. എൻ്റെ ലാൻഡ് വിൽക്കുവാൻ എഗ്രിമെൻ്റ് ആയപ്പോൾ കിട്ടിയ അഡ്വാൻസ് ആണ്, അവർ വാദിച്ചു. ഇൻസ്പെക്ടർ ശാന്തനായി നിലകൊണ്ടു. എത്ര രൂപ നിങ്ങൾ അഡ്വാൻസ് വാങ്ങി? 10 കോടി. എങ്കിൽ വസ്തു വാങ്ങുവാൻ തീരുമാനിച്ച ആൾ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നു. ഇൻസ്പെക്ടർ സെൽഫോൺ എടുത്ത് ആർക്കോ ഒരു കോൾ അയച്ചു. കയറി വാ. അടുത്ത നിമിഷം പോലീസ് വാഹനത്തിൽ നിന്ന് ഒരു വനിതാ പോലീസുകാരി കൂടി ഇറങ്ങി അവർക്കടുത്തെത്തി. ഇൻസ്പെക്ടറെ സല്യൂട്ട് ചെയ്തിട്ട് വനിതാ പോലീസ് ചന്ദ്രകലയുടെ കൈക്ക് പിടിച്ചു. കം വിത്ത് മീ. ചന്ദ്രകലയ്ക്ക് കാലുകൾ തറയിൽ ഒട്ടിപ്പോയ പ്രതീതി. കിടാവു സാർ ചതിച്ചിരിക്കുന്നു, നീചൻ. ഇനി അയാൾക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ചന്ദ്രകല കുതറാൻ ശ്രമിച്ചു. ഞങ്ങൾക്കൊന്നും അറിയില്ല. അതൊക്കെ ഇനി കോടതിയിൽ പറഞ്ഞാൽ മതി. 10 കോടിയിൽ ബാക്കി പണമെവിടെ? ഇൻസ്പെക്ടർ കണ്ണുകൾ കൊണ്ട് ചന്ദ്രകലയുടെ അഴകളവുകൾ നുകർന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തുണ്ട് സാർ. ചന്ദ്രകല വിക്കി. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അവിടെ വെച്ച് തന്നെ മഹസർ തയ്യാറാക്കി അതിൽ സാക്ഷികളായി ഷോറൂം മാനേജറും ക്യാഷ് കൗണ്ടറിലിരുന്ന സുന്ദരിയും ഒപ്പുവെച്ചു. പിന്നെ ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും എതിർപ്പിനെ മറികടന്ന് അവരെ പോലീസ് വണ്ടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ പത്രം വായിക്കുകയായിരുന്ന MLA ശ്രീനിവാസക്കിടാവ്. അതിൽ ചന്ദ്രകലയുടെയും പ്രജീഷിൻ്റെയും ഫോട്ടോ കണ്ട് അയാളുടെ പുരികം ചുളിഞ്ഞു. ബാംഗ്ലൂരിൽ വൻ കള്ളനോട്ട് വേട്ട. അതായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. കിടാവ് വാർത്ത ഒന്ന് ഓടിച്ചു വായിച്ചു. താൻ അഡ്വാൻസായി നൽകിയ പണമാണ് അതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾ നടുങ്ങി. പത്രം ടീപ്പോയിലേക്ക് ഇട്ടിട്ട് MLA ശ്രീനിവാസക്കിടാവ് ചാടി എഴുന്നേറ്റു. ആകെ ഉലഞ്ഞിരിക്കുന്നു. അയാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് അനുജൻ ശേഖരക്കിടാവിനെ വിളിച്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. പിന്നെ നിർദ്ദേശിച്ചത് ഇങ്ങനെ: എത്രയും വേഗം സാധനങ്ങൾ അവിടെ നിന്നൊക്കെ മാറ്റണം. തുടർന്ന് കാൽ മുറിച്ചിട്ട് മുറിക്കുള്ളിലേക്ക് ഓടി. പത്രത്തിൽ വാർത്ത ഇത്രയുമേ വന്നുള്ളൂവെങ്കിലും കർണാടക പോലീസ് എല്ലാ വിവരങ്ങളും ചന്ദ്രകലയിൽ നിന്നും പ്രജീഷിൽ നിന്നും ചോർത്തിയെടുത്തിട്ടുണ്ടാവും. അവർ തന്നെ തേടിയെത്തും. അതിനു മുൻപ് വേണ്ടത് ചെയ്തിരിക്കണം. എന്നാൽ അയാൾ അനുജനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത്രയും സൈബർ സെല്ലിലെ ദാസപ്പൻ CI അലിയാർക്ക് ചോർത്തി കൊടുത്തിരുന്നു. ആ ആവേശത്തോടെ അലിയാർ പിടഞ്ഞുണർന്നു. ശ്രീനിവാസക്കിടാവ് എന്ന മൂർഖൻ്റെ പത്തി ചതയ്ക്കുവാൻ കിട്ടിയിരിക്കുന്ന ഒരവസരമാണിത്. അലിയാർ വേഗം SI സുകേഷിനെ വിളിച്ചു ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അരമണിക്കൂറിന് ശേഷം ഇരച്ചെത്തിയ പോലീസ് വാഹനങ്ങൾ കിടാവിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിന് മുന്നിൽ ബ്രേക്കിട്ടു. CI അലിയാറടങ്ങുന്ന സംഘം ചാടിയിറങ്ങി. അത്രയും പോലീസിനെ കണ്ട് വാച്ചർ നെറ്റിച്ചുളിച്ചു. ഗേറ്റിൻ്റെ വിക്കറ്റ് ഡോർ തുറന്ന് അയാൾ ഇറങ്ങി വന്നു. എന്താണ് സാർ? അയാൾ അലിയാരോട് ഭവ്യതയോടെ തിരക്കി. ഗേറ്റ് തുറക്കടോ. അത് പിന്നെ കിടാവ് സാർ പറയാതെ. വാച്ചർ പരുങ്ങി. അലിയാരുടെ ഭാവം മാറി. തുറക്കാനല്ലേടോ പറഞ്ഞത്? വാച്ചർക്ക് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അയാൾ ഗേറ്റ് തുറന്നു. പോലീസ് വാഹനങ്ങൾ അകത്തേക്ക് ഇരച്ചു കയറി. പ്രധാന കെട്ടിടത്തിന് മുന്നിൽ അവർ നിന്നു. ഇതിൻ്റെ താക്കോലുണ്ടോടോ എൻ്റെ കയ്യിൽ? അലിയാർ തോളിനു പുറത്തുകൂടി തല തിരിച്ചു നോക്കി. ഇല്ല, കിടാവ് സാറിൻ്റെ കയ്യിലാ. അലിയാർ അമർത്തി മൂളി. പിന്നെ SIക്ക് നേരെ തിരിഞ്ഞ് കണ്ണുകൊണ്ട് ഒരടയാളം കാണിച്ചു. സുകേഷ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. വണ്ടിയിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ കട്ടിംഗ് പ്ലയറുമായി വന്നു. 2 അടി നീളമുള്ള വലിയ പ്ലയർ. നിമിഷത്തിനുള്ളിൽ പ്രധാന കെട്ടിടത്തിൻ്റെ താഴ് മുറിഞ്ഞു വീണു. വാച്ചർ സെൽഫോൺ എടുത്ത് കിടാവിനെ വിളിക്കാൻ ഭാവിച്ചു. ആ ക്ഷണം അയാളുടെ തോളിൽ ഒരു കൈ അമർന്നു. വാച്ചർ നടുങ്ങി. CI അലിയാർ. അങ്ങനെയിപ്പം നീ ആരെയും വിളിച്ച് ഉണ്ടാക്കണ്ട. അലിയാർ ഫോൺ വാങ്ങി തൻ്റെ പോക്കറ്റിലിട്ടു. താഴെ അറുത്ത വാതിൽ തള്ളി തുറന്ന് പോലീസ് സംഘം അകത്തു കടന്നു. ആ നേരത്താണ് ചില ആളുകളെയും കൂട്ടി ശേഖരക്കിടാവിൻ്റെ വരവ്. മുറ്റത്ത് പോലീസ് വാഹനങ്ങൾ കണ്ടതും അയാൾ വണ്ടി തിരിച്ച് പാഞ്ഞുപോയി. നിമിഷത്തിനുള്ളിൽ അലിയാരുടെ പോക്കറ്റിൽ കിടന്ന വാച്ചറുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ എടുത്തു നോക്കി. MLA സ്പീക്കിംഗ്. കാൾ അറ്റൻഡ് ചെയ്ത് അലിയാർ ഫോൺ കാതിൽ വെച്ചു. അവനെവിടെ വന്നോടാ ആ അലിയാർ? കിടാവിൻ്റെ അലർച്ച. അലിയാർ മിണ്ടിയില്ല. നിന്റെ അണ്ണാക്കിലെന്താടാ? പിന്നെ കേട്ടത് പുഴുത്തത്തെറി. കൊള്ളാം, ഒരു ജനസേവകന് പറ്റിയ ഭാഷ, ഭയങ്കര സംസ്കാരം. ശബ്ദതാരാവലിയിൽ ചേർക്കുവാൻ പറ്റിയ മനോഹരമായ വാക്കുകൾ. അലിയാർ ചിരിച്ചു. അപ്പുറത്ത് ഒരു ഞെട്ടലുണ്ടായെന്ന് അലിയാർ അറിഞ്ഞു. ശേഷം ചോദ്യം കേട്ടു. നീ ആരാ? നേരത്തെ ചോദിച്ചില്ലേ, ആ അലിയാർ തന്നെ. എടാ, എൻ്റെ പാർക്കിൻ്റെ ഗേറ്റ് കടന്ന് നീ പക്ഷേ എൻ്റെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ പ്രവേശിച്ചാലുണ്ടല്ലോ. അതേ ശബ്ദത്തിൽ അലിയാരും സംസാരിച്ചു. പ്രവേശിച്ചാൽ താൻ എന്ത് ചെയ്യും? എൻ്റെ മുഖം ഷേവ് ചെയ്യുമോ അതോ ഷൂസ് തുറച്ചു തരുമോ? അലിയാരേ? അതേടോ, അലിയാർ തന്നെ. തൻ്റെ ഈ പരിഭ്രമം കാണുമ്പോൾ തന്നെ എനിക്ക് ഊഹിക്കാൻ കഴിയും ഇവിടെ എന്തോ നിധിയുണ്ടെന്ന്. താനല്ല, തൻ്റെ ചത്തുപോയ പിതാവ് വന്നാലും അത് ഞാൻ പൊക്കും. തന്നെ പൊതുജനത്തിൻ്റെ മുന്നിൽ തുണിയുരിഞ്ഞു നിർത്തും.
അതിന് ഈ പാർക്ക് മുഴുവൻ ബോംബ് വെച്ച് പൊട്ടിക്കേണ്ടി വന്നാൽ അതിനും മടിക്കില്ല ഞാൻ. പറഞ്ഞു നിർത്തിയതും അലിയാർ ശ്വാസം വലിച്ചുവിട്ടു. എന്നിട്ട് വീണ്ടും തുടർന്നു. തൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഗെയിം അവസാന ഘട്ടത്തിൽ. തനിക്ക് നേരിൽ തടയാമെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ എൻ്റെ പോലീസ് ഓഫീസർമാർ വഴി ഒന്ന് ശ്രമിച്ചു നോക്ക്. നല്ല ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവനാടാ ഞാൻ. പറഞ്ഞതും അലിയാർ കാൽ മുറിച്ചു. ശേഷം കനത്ത ചുവടുകളോടെ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു. ചെരിഞ്ഞ ഭൂമി ആയിരുന്നതിനാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഓഫീസ് കെട്ടിട ഗ്രൗണ്ട് നിരപ്പിൽ നിന്ന് താഴേക്കായിരുന്നു. താഴേക്ക് 3 നിലകൾ കൂടി. അടഞ്ഞുകിടന്നിരുന്ന മുറികൾ തുറന്ന് ആ ഫ്ലോർ മുഴുവൻ പോലീസ് പരതി. ഒന്നും കിട്ടിയില്ല. താഴേക്ക് പോകാൻ ലിഫ്റ്റുണ്ട്. പവർ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. CI അലിയാർ ഒരു കോൺസ്റ്റബിളിനെ അയച്ച് വാച്ചറെ കൊണ്ട് പവർ സിസ്റ്റം ഓണാക്കിച്ചു. ശേഷം 2 ഘട്ടമായി പോലീസ് സംഘം താഴത്തെ നിലയിലേക്ക് പോയി. 2 പോലീസുകാരുടെ പ്രധാന വാതിൽക്കൽ കാവൽ നിൽക്കുകയും ചെയ്തു. താഴത്തെ നിലയിലും ഒന്നുമില്ലായിരുന്നു. അവിടെ ഡ്രസ്സിംഗ് റൂമുകളും വാഷിംഗ് ഫെസിലിറ്റീസും ഒക്കെയാണ്. അലിയാരും സംഘവും അതിന് താഴത്തെ നിലയിലെത്തി. വലിപ്പമേറിയ മുറികളായിരുന്നു അവിടെ. പൂട്ടിക്കിടക്കുന്ന വാതിലുകളുടെ താഴുകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. ആദ്യത്തെ മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ അലിയാരും സംഘവും അന്താളിച്ചു. നിരത്തിയിട്ടിരിക്കുന്ന മേശകളിൽ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകൾ. പുത്തൻ കറൻസി നോട്ടുകൾ. 2000-ൻ്റെയും 500-ൻ്റെയും. സാർ, ചില സിനിമകളിൽ മാത്രം ഇങ്ങനെ നോട്ടുകൾ കണ്ടിട്ടുള്ള SI സുകേഷ് അത്ഭുത സ്തബ്ധനായി അലിയാരെ നോക്കി. എന്താണ് സാർ നമ്മളീ കാണുന്നത്? അലിയാർ ചിരിച്ചു. ഇതാണ് സുകേഷേ, ഈ രാജ്യത്തിൻ്റെ നട്ടലൊടിക്കാൻ MLA ശ്രീനിവാസക്കിടാവ് കരുതി വച്ചിരിക്കുന്ന വജ്രായുധം. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകർത്ത് എല്ലാം തൻ്റെ കാൽക്കീഴിൽ വരുത്തുവാൻ കിടാവിൻ്റെ മാജിക്ക്. മറുപടിയില്ലായിരുന്നു സുകേഷിന്. തങ്ങളൊക്കെ കരുതുന്നതിനേക്കാൾ എത്രയോ ഭീകരനാണ് കിടാവെന്ന് അയാൾ ഓർത്തു. ആ സംഘം അടുത്ത മുറിയിൽ പ്രവേശിച്ചു. അവിടെയായിരുന്നു ചെറിയ ഓഫ്സെറ്റ് പ്രസ്, നോട്ടടിക്കാനുള്ള മഷി, കമ്പ്യൂട്ടറുകളടക്കം എല്ലാം അവിടെയുണ്ടായിരുന്നു. ഇനി വെച്ച് താമസിപ്പിക്കണോ? അയാളെ പൊക്കിയെടുക്കട്ടെ കിടാവിനെ? സുകേഷിൻ്റെ ഞരമ്പുകളിൽ ചോര കുതിച്ചു പാഞ്ഞു. പാടില്ല, അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. ജനപ്രതിനിധി എന്ന മേലങ്കി ഉണ്ടായിപ്പോയില്ലേ അയാൾക്ക്? അലിയാർ സെൽഫോൺ എടുത്തു. ആദ്യം SP ഷാജഹാനെയും പിന്നീട് മീഡിയക്കാരെയും വിളിച്ച് കാര്യം പറഞ്ഞു. 25 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മുറ്റത്തേക്ക് ഒരു ഡസനോളം വാഹനങ്ങൾ പാഞ്ഞു വന്നു. ചാനലുകാരുടെ OB വാൻ അടക്കം ക്യാമറകൾ കണ്ണു തുറന്നു. അലിയാർ എല്ലാ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു. ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി ലൈവ് ചിത്രങ്ങൾ വന്നു. അത് കണ്ട് ജനം മൂക്കത്ത് വിരൽ വെച്ചു. അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലീസ് പൂട്ടി സീൽ ചെയ്തു. അവിടെ കനത്ത പോലീസ് വലയം ഒരുക്കി. തലസ്ഥാനത്ത് അടിയന്തര മന്ത്രിസഭാ യോഗം കൂടി. യാതൊരു കാരണവശാലും കിടാവിനെ പിന്തുണയ്ക്കരുതെന്ന് ഏക കണ്ട തീരുമാനമായിരുന്നു. അങ്ങനെ ചെയ്താൽ നേതാക്കന്മാരിൽ ഇത്തിരിയെങ്കിലും വിശ്വാസം ജനങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി നഷ്ടമാകും. ശ്രീനിവാസ കിടാവിനെ അറസ്റ്റ് ചെയ്യുവാൻ മലപ്പുറം SPക്ക് നിയമസഭാ സ്പീക്കർ നിർദ്ദേശം നൽകി. SPയുടെ നിർദ്ദേശാനുസരണം അലിയാരും സംഘവും കിടാവിൻ്റെ വീട്ടിലും ഫാം ഹൗസിലുമൊക്കെ തിരഞ്ഞു. എന്നാൽ ഒരിടത്തും അയാളെ കണ്ടെത്തിയില്ല. അയാളെ മാത്രമല്ല, 5 ശേഖര കിടാവിനെയും. കിടാക്കന്മാർ ഒളിവിൽ പോയതാണെന്ന് പോലീസിന് ഉറപ്പായി. അവരുടെ സെൽഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു. 2-3 ദിവസത്തേക്ക് പത്രം, TV, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കിടാക്കന്മാർ. പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെ പരിന്ത് റഷീദും സംഘവും വീണ്ടും ജയിലിലായി. കിടാവിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടയിൽ നിലമ്പൂർ ആദിവാസി സമൂഹത്തിൻ്റെ പ്രബലനായ ഒരു നേതാവിനെ CI അലിയാർ കണ്ടുമുട്ടി. അയാളെ തൻ്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അലിയാർ. പിന്നെ വടക്കേ കോവിലകത്തു നിന്ന് കിട്ടിയ കമ്പിളി അയാൾക്ക് മുന്നിൽ നിവർത്തി വെച്ചു. ഈ കമ്പിളി സാധാരണ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാമോ? അലിയാർ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആദിവാസി നേതാവിനെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ വർഷം സർക്കാർ ഞങ്ങളുടെ ആളുകൾക്ക് വിതരണം ചെയ്തതാണ്. അയാളുടെ മറുപടി കേട്ട് അലിയാരുടെ കണ്ണുകൾ തിളങ്ങി. ഇക്കാര്യത്തിൽ താങ്കൾക്ക് ഉറപ്പുണ്ടോ? അല്ലേ? അലിയാർ ഒരിക്കൽ കൂടി സംശയം തീർത്തു. ഉണ്ട് സാർ, ആദിവാസി നേതാവ് പറഞ്ഞു. ഞാനും കൂടി ചേർന്നാണ് ചില കോളനികളിൽ ഇത് വിതരണം ചെയ്തത്. അലിയാർ കമ്പിളി വീണ്ടും മടക്കി വെച്ചു. ഒരു കാര്യം കൂടി, ഇവിടുത്തെ വനത്തിൽ കുന്തിരിക്കത്തിൻ്റെ മരങ്ങളുണ്ടോ? ഉണ്ട് സാർ, ഞങ്ങളുടെ ആളുകൾ അതിൽ വെട്ടി കറയെടുക്കാറുമുണ്ട്. ഈ ഭാഗത്തെ മിക്കവാറും അങ്ങാടിക്കടകളിൽ ഞങ്ങളാണ് കുന്തിരിക്കം വിതരണം ചെയ്യുന്നത്. മരത്തിൻ്റെ കറയാണ് കുന്തിരിക്കമെന്ന് അലിയാർക്ക് അറിയാമായിരുന്നു. സാറിന് കുന്തിരിക്കം വേണോ? ഞാൻ എത്തിച്ചു തരാം, അയാൾ അറിയിച്ചു. വേണ്ടി വരും, ഞാൻ പറയാം. എങ്കിൽ എനിക്കിനി പോകാമല്ലോ? തീർച്ചയായും. അയാൾ എഴുന്നേറ്റു. ഒപ്പം അലിയാരും. അലിയാർ അയാൾക്ക് ഹസ്തദാനം നൽകി യാത്രയാക്കി. പിന്നെ വീണ്ടും തൻ്റെ ചെയറിലിരിക്കുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകുന്നത് അലിയാർ അറിഞ്ഞു. കേട്ടതും അനുഭവിച്ചതുമൊക്കെ അയാൾ മനസ്സുകൊണ്ട് വിശകലനം ചെയ്യാൻ തുടങ്ങി. വടക്കേ കോവിലിനകത്ത് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പുക, അത് കുന്തിരിക്കത്തിൻ്റേത് തന്നെ. പിന്നെ ഒരുപാട് പേരുടെ കാലയടിയൊച്ചകളും ഭ്രാന്തമായ താളവും. ആദിവാസി ഊരുകളിൽ വിശേഷാവസരങ്ങളിൽ പ്രത്യേക വാദ്യോപകരണങ്ങൾ കൊണ്ട് അവർ താളമെടുക്കുകയും അതിനനുസരിച്ച് ചൂടുകൾ വയ്ക്കാറുമുണ്ട്. അതൊന്നും താൻ കണ്ടിട്ടില്ല, ഒക്കെ കേട്ടറിവുകൾ മാത്രം. അങ്ങനെയെങ്കിൽ
ബലഭദ്രൻ തമ്പുരാൻ പറഞ്ഞ രഹസ്യ വഴിയിലൂടെ ആദിവാസികൾ ആയിരിക്കില്ലേ കോവിലകത്തെത്തുന്നത്? എന്നാൽ അതുകൊണ്ട് അവർക്കുള്ള നേട്ടമാണ് വ്യക്തമാകാത്തത്. ഒരുപാട് ചിന്തകൾക്കൊടുവിൽ അതിനും ഒരു ഉത്തരം കണ്ടെത്താൻ അലിയാർക്ക് കഴിഞ്ഞു. ട്രൈബ്സിന് ധാരാളം സഹായം ചെയ്യുന്ന ആളായിരുന്നു രാമഭദ്രൻ തമ്പുരാനും വസുന്ധര തമ്പുരാട്ടിയും എന്ന് കേട്ടിട്ടുണ്ട്. പാഞ്ചാലിയുടെ അച്ഛനും അമ്മയും ഓണം, വിഷു തുടങ്ങിയ അവസരങ്ങളിൽ കോവിലകത്ത് അവർക്കായി സദ്യ നടത്തിയിരുന്നു. പുതുവസ്ത്രങ്ങളും പണവും നൽകിയിരുന്നു. തിരികെ ഇങ്ങോട്ടും ദക്ഷിണ നൽകിയിരുന്നു ആദിവാസി സമൂഹം. തേൻ, മഞ്ഞൾ തുടങ്ങിയ കാട്ടുവിഭവങ്ങൾ. അങ്ങനെയുള്ള തമ്പുരാനും തമ്പുരാട്ടിയും പിന്നെ ഏകമകളും മരിച്ചപ്പോൾ ട്രൈബ്സിന് അത് സഹിക്കാൻ കഴിഞ്ഞിരിക്കില്ല. കോവിലകത്ത് ഇനി മറ്റാരും താമസിക്കുവാൻ പാടില്ലെന്നത് അവരുടെ ഒരു വാശിയാണെങ്കിലോ ഒന്നിനു പക്ഷെ തെളിവില്ല തൻ്റെ പക്കൽ. ആകെയുള്ളത് ഈ കമ്പിളിയും കോവിലകത്ത് നിന്ന് കിട്ടിയ ഏതാനും കുതിരക്കത്തിൻ്റെ പീസുകളും മാത്രം. സത്യം കണ്ടെത്തണം. അത് ഏത് വേഷം കെട്ടിയാലും ഏത് അപകടത്തിൽ ചാടിയാലും. അതൊരു തീരുമാനമായിരുന്നു. പക്ഷേ നിലമ്പൂർ വനങ്ങളിൽ ധാരാളം ആദിവാസി ഊരുകളുണ്ട്. അവയിൽ എവിടെ തപ്പണം? അതിനൊരു ഉത്തരം തേടി CI അലിയാർ തലപുകച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. MLA ശ്രീനിവാസക്കിടാവും അനുജൻ ശേഖരക്കിടാവും എവിടെയാണെന്ന് പോലീസിന് യാതൊരു വിവരവും കിട്ടിയില്ല. ഇരുവരുടെയും വീട്ടുകാരുടെ ഫോണുകൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെ കിടാവിനെക്കുറിച്ച് പുതിയ പരാതികൾ പലതും ഉയർന്നു തുടങ്ങിയിരുന്നു. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പരാജയപ്പെട്ട പല വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി വഴി വിജയിപ്പിച്ചു എന്നതായിരുന്നു അവയിലൊന്ന്. അക്കാര്യത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഈ സമയത്ത് സുരക്ഷിതമായി ഒരിടത്തായിരുന്നു കിടാക്കന്മാർ. കരിമ്പുഴയ്ക്ക് അക്കരെ കരുളായി വനത്തിൽ. ആനകൾ ധാരാളമുള്ള സ്ഥലമായിരുന്നതിനാൽ അവിടേക്ക് ആദിവാസികൾ പോലും പോകുമായിരുന്നില്ല. അവിടെ മലയിടുക്കിലെ ഒരു കഞ്ചാവ് തോട്ടമുണ്ടായിരുന്നു കിടാവിന്. ഏതാണ്ട് 500 ഏക്കറോളം. പകുതി വലിപ്പമെത്തിയ നല്ല ചടയൻ കഞ്ചാവ്. അവിടുത്തെ പണികൾക്കായി 10 പുരുഷന്മാരുണ്ടായിരുന്നു. വർഷങ്ങളായി കേരളത്തിൽ വന്ന് താമസിക്കുന്ന കർണാടക സ്വദേശികൾ. കാട്ടുചോലയ്ക്കരികിൽ പാറക്കെട്ടുകളോട് ചേർന്ന് പനയോല കൊണ്ട് ഉണ്ടാക്കിയ സാമാന്യം വലിയ ഒരു ഷെഡായിരുന്നു അവരുടെ കേന്ദ്രം. എവിടെ നിന്ന് നോക്കിയാലും കുന്നിൻ ചെരുവിലെ ആ ഷെഡ് കാണാൻ കഴിയുമായിരുന്നില്ല. അതിനുള്ളിൽ മരക്കമ്പുകൾ കെട്ടിയുണ്ടാക്കിയ കട്ടിലും കസേരകളുമുണ്ട്. കട്ടിലിൽ കരിയിലകൾ നിരത്തി അതിനുമീതെ കമ്പിളി വിരിച്ചിരുന്നു. അതിൽ ഇരുന്നുകൊണ്ട് കിടാക്കന്മാർ മദ്യസേവ നടത്തുകയാണ്. പണിക്കാരിൽ ഒരുവൻ വെടിവെച്ച് വീഴ്ത്തിയ കാട്ടുമുയലിൻ്റെ ഇറച്ചി ഉപ്പും മസാലയും പുരട്ടി ചുട്ടെടുത്തതിൽ അല്പം അടർത്തി വായിലേക്കിട്ടു ശ്രീനിവാസക്കിടാവ്. ആഹാ, സൂപ്പർ പറഞ്ഞുകൊണ്ട് കിടാവ് ഗ്ലാസ്സിലിരുന്ന വാറ്റുചാരായം എടുത്ത് പകുതി കുടിച്ചു. പണിക്കാർ അവിടെ തന്നെ വാറ്റിയുണ്ടാക്കിയ ചാരായമാണ്. ശേഖരക്കിടാവും ഗ്ലാസ് ഉയർത്തി അല്പം കുടിക്കുകയും മുയിലിറച്ചി അടർത്തിയെടുത്ത് തിന്നുകയും ചെയ്തു. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ പകുതി രുചി പോലും കിട്ടില്ല. കിടാവ് പാറയിടുക്കിൽ ഉണ്ടാക്കിയ അടുപ്പിൽ മാംസം ചുട്ടെടുക്കുന്ന കർണാടകക്കാരനെ നോക്കി. കൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ കേമനയവൻ. അത് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു. കർണാടകക്കാരനാണെങ്കിലും വർഷങ്ങളുടെ പരിചയം കൊണ്ട് അയാൾക്ക് മലയാളം നന്നായി അറിയാമായിരുന്നു. അവർ വീണ്ടും തീറ്റയും കുടിയും തുടർന്നു. അപ്പോൾ മലയിടുക്കിൽ എവിടെയോ നിന്ന് പക്ഷി ചിലയ്ക്കും പോലെ ഒരു പ്രത്യേക ശബ്ദം കേട്ടു. ഉടൻ കർണാടകക്കാരിൽ ഒരാൾ അതേ ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു സിഗ്നലായിരുന്നു അത്. അവിടെയുള്ള എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുകയാണ്. കിടാവിൻ്റെ കർശന നിർദ്ദേശപ്രകാരമായിരുന്നു അത്. യാതൊരു തരത്തിലും തന്നെ പോലീസ് പിടിച്ചുകൂടാ. വക്കീലുമായി ഇടയ്ക്ക് നേരിൽ സംസാരിച്ചപ്പോഴും മുൻകൂർ ജാമ്യം ലഭിക്കുവാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിരുന്നു. പ്രസ്സും നോട്ടുകളും അടങ്ങുന്നതെല്ലാം പോലീസ് കണ്ടെത്തിയതായിരുന്നു പ്രധാന കാരണം. പോരെങ്കിൽ നന്ദിയില്ലാത്ത നിയമസഭാ സ്പീക്കർ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാട്ടുചോലയ്ക്കപ്പുറം ഒരാൾ പ്രത്യക്ഷനായി. നിലമ്പൂർ സ്വദേശിയായ ഒരാളായിരുന്നു അത്. കിടാവിൻ്റെ വിശ്വസ്തൻ. അവിടെ നടക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞുവെന്ന് പറയുവാൻ കിടാവ് നിയോഗിച്ചിരുന്ന ആളായിരുന്നു അത്. ചോല മുറിച്ചു കിടന്ന് അയാൾ ഇക്കരയെത്തി. വിയർത്തു കുളിച്ചിരുന്നു അയാൾ. കിടാവ് ഒരു ഗ്ലാസ്സിൽ ചാരായം പകർന്ന് അയാൾക്ക് നീട്ടി. ആർത്തിയോടെ അത് വാങ്ങി ഒറ്റ വലിക്ക് അയാൾ കുടിച്ചു. കിടാവ് മുയിലിറച്ചി വെച്ചിരുന്ന ചേമ്പിൻ്റെ ഇലയെടുത്ത് കൊടുത്തു. അയാളും ഒരു കഷ്ണം മാംസം എടുത്ത് വായിലിട്ടു. പിന്നെ മരക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ കസേരയിലിരുന്നു. ശ്രീനിവാസക്കിടാവും ശേഖരക്കിടാവും അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പറ ദേവനേശ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? MLA ആകാംക്ഷയോടെ തിരക്കി. ഒന്നും പറയണ്ടത് സാറേ. ആ CI അലിയാർ പേയെ പിടിച്ചതുപോലെ പാഞ്ഞു നടക്കുകയാ. സാറിനെ കണ്ടാൽ ആ നിമിഷം അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കാരും നാട്ടുകാരും അടക്കം സാറിനെതിരെ. പോലീസ് കാവലുള്ളതുകൊണ്ടാണ് അവർ അമ്യൂസ്മെൻറ്റ് പാർക്ക് അടിച്ചു തകർക്കാത്തത്. കിടാവിൻ്റെ മുഖത്ത് ഒരു വിളർച്ച ബാധിച്ചു. പക്ഷേ ക്രമേണ ആ ഭാവം മാറിത്തുടങ്ങി. രോഷത്താൽ അയാളുടെ മുഖം ചുവന്നു. പല്ലുകൾ ഞെരിഞ്ഞു. ദേവനേശ, എൻ്റെ ഔദാര്യം പറ്റിയിട്ടുള്ള നാരുകളിൽ പലരുമാണ് ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. വിടത്തില്ല ഒരുത്തിനെയും. ഇതിലും വലിയ കേസ് വന്നാലും ഊരിപ്പോകുവാൻ എനിക്കറിയാം. വടക്കേ ഇന്ത്യയല്ലല്ലോ കേരളം. കുറ്റകൃത്യങ്ങൾക്ക് അകത്ത് കിടക്കാനാണെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരിൽ ഭൂരിഭാഗത്തിനും അതിനർഹതയുണ്ട്. അവന്മാരെക്കുറിച്ചുള്ള വിവരങ്ങളും തെളിവുകളും എൻ്റെ ലാപ്ടോപ്പിൽ ഭദ്രമായി ഉണ്ട് താനും.
ദേവനേശൻ കേട്ടിരുന്നതേ ഉള്ളൂ, മിണ്ടിയില്ല. കുറച്ചു സമയം കൂടി അവിടെ ഇരുന്ന ശേഷം ദേവനേശൻ മടങ്ങി. ശ്രീനിവാസക്കിടാവ് അനുജൻ ശേഖരക്കിടാവിനെ നോക്കി. തൽക്കാലം നമുക്ക് കേരളം വിടണം ശേഖര. മുംബൈക്കോ ഡൽഹിക്കോ അതല്ലെങ്കിൽ ചിറാപ്പുഞ്ചിയിലേക്കോ. എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അവന്മാർ ഫ്രീസ് ചെയ്തു കാണും. പക്ഷേ അങ്ങനെയും എന്നെ തോൽപ്പിക്കാൻ ഒരുത്തനും കഴിയില്ല. സ്വിസ് ബാങ്കിൽ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് കിടപ്പുണ്ടല്ലോ. എന്നാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു നിധി ബാക്കിയുണ്ടല്ലോ. ഒരു കല്ലറയല്ലേ നമ്മൾ പൊളിച്ചുള്ളൂ, ബാക്കി കൂടി പൊളിക്കണം. അവിടം സുരക്ഷിതമായ താവളമാണ്. നമ്മൾ അവിടെ കാണുമെന്ന് ആരും വിചാരിക്കില്ല. 2-3 ദിവസം നമ്മൾ അവിടെ കഴിയും. പിന്നെ കേരളം വിടും. കിടാവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശേഖരന് മനസ്സിലായി. അയാൾ സന്തോഷത്തോടെ തലയാട്ടി. മണിക്കൂറുകൾ കഴിഞ്ഞു. കിടാക്കന്മാരുടെ അരികിൽ നിന്ന് പോയ ദേവനേശൻ കരുളായിൽ കാട്ടുവഴി കടന്ന് റോഡിലേക്ക് കാൽകുത്തി. അടുത്ത നിമിഷം പാഞ്ഞെത്തിയ പോലീസിൻ്റെ ബൊലോറോ അയാൾക്കരികിൽ ബ്രേക്കിട്ടു. ഞെട്ടലോടെ ദേവനേശൻ തല ഉയർത്തി. CI അലിയാർ. തിരിഞ്ഞോടാനുള്ള നേരെ കിട്ടിയില്ല. അലിയാർ പുറത്തേക്ക് കാൽവെച്ച് അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ടു. വനത്തിൽ പോയി രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് വരികയാണ് അല്ലേ ദേവനേശ? അലിയാർ ചിരിച്ചു. പതറിപ്പോയി ദേവനേശൻ. അടുത്ത സെക്കൻഡിൽ അയാളുടെ കവിളിൽ പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അടിയേറ്റു. തൻ്റെ മുഖം കൂടിപ്പോയതുപോലെ തോന്നി ദേവനേശന്. സാർ! അയാളുടെ വിലാപത്തിനൊപ്പം പല്ലുകൾക്കിടയിൽ ചോര വര പോലെയായി. ഞാൻ എന്ത് തെറ്റാണ് സാർ ചെയ്തത്? ഒരു രാജ്യദ്രോഹിയെ സഹായിക്കുന്നതിൽ കൂടുതൽ എന്ത് തെറ്റാടോ താൻ ചെയ്യേണ്ടത്? CI അലിയാർ അയാളെ ബൊലോറയിലേക്ക് ചാരി. ഓരോ ഇടിക്കും താൻ ഓരോ കവിൾ ചോര ഛർദ്ദിക്കും, കാണണോ? ദേവനേശൻ്റെ ഷർട്ടിൽ അലിയാരുടെ പിടി ഒന്നുകൂടി മുറുകി. സാർ, ഞാൻ ആരെ സഹായിച്ചെന്നാ പറയുന്നത്? ചെറുത്തു നിൽക്കുവാൻ ഒരു അവസാന ശ്രമം നടത്തുകയായിരുന്നു ദേവനേശൻ. എൻ്റെ നാവിൽ നിന്ന് തന്നെ തനിക്കത് കേൾക്കണമെങ്കിൽ പറഞ്ഞേക്കാം. MLA ശ്രീനിവാസക്കിടാവിനെയും അനുജൻ ശേഖരക്കിടാവിനെയും. അങ്ങനെ ചെയ്തില്ലെന്ന് താൻ പറഞ്ഞാൽ ഇനിയും ഇടിമേടിക്കും. സത്യം നിനക്കറിയാമോ? താൻ മാത്രമല്ല, കിടാക്കന്മാരുമായി അടുപ്പമുള്ള ഒരു ഡസനിലധികം ആളുകൾ ഒരാഴ്ചയായി ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ദേവനേശൻ്റെ തല കുനിഞ്ഞു. അലിയാർ ബൊലോറയ്ക്ക് ഉള്ളിലേക്ക് കൈനീട്ടി. അത് തിരിച്ചെടുത്തപ്പോൾ ഒരു വിലങ്ങുണ്ടായിരുന്നു ദേവനേശൻ്റെ കൈകളിൽ. വിലങ്ങ് വീണു. അപ്പോൾ നമ്മൾ പോവുകയാണ് നിന്റെ യജമാനന്മാരുടെ അടുത്തേക്ക്. അലിയാർ ചിരിച്ചു. ദേവനേശൻ്റെ മുഖം ഭീതിയാൽ വിളറി. താൻ കാട്ടിക്കൊടുത്തു എന്നറിഞ്ഞാൽ കിടാക്കന്മാർ ആദ്യം കൊല്ലുന്നത് തന്നെയായിരിക്കും. സാർ, എന്നെ രക്ഷിക്കണം, ദേവനേശൻ അയഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആളിൻ്റെ രക്ഷ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാടോ. താൻ പേടിക്കണ്ട, അലിയാർ പുഞ്ചിരിച്ചു. പിന്നെ ഫോണെടുത്ത് SI സുകേഷിനെ വിളിച്ചു. 15 മിനിറ്റിനുള്ളിൽ ഒരു സംഘം പോലീസുമായി സുകേഷും എത്തി. അപ്പോൾ പോകാം ദേവനേശ. CIയും SIയും 10 പോലീസുകാരും അടങ്ങുന്ന സംഘം ദേവനേശനെയും കൂട്ടി വനത്തിലേക്ക് കയറി. അത്യാവശ്യം ടോർച്ചുകളും ഹെഡ്ലൈറ്റുകളുമൊക്കെ അവർ കരുതിയിരുന്നു. മൈസൂര് സ്ത്രീകളുടെ സെല്ലിലായിരുന്നു ചന്ദ്രകല. അവളെ കൂടാതെ ആ മുറികളിൽ 5 വനിതാ തടവുകാർ കൂടിയുണ്ടായിരുന്നു. മോഷണം മുതൽ വ്യഭിചാരം വരെ തൊഴിലാക്കിയവർ. എന്നാൽ ജയിലിലായതൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ലെന്ന് തോന്നി. അവർ ഉച്ചത്തിൽ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ചന്ദ്രകലയ്ക്ക് അറപ്പായിരുന്നു ജയിലിലെ ഭക്ഷണവും വെള്ളവുമൊക്കെ ഉപയോഗിക്കാൻ. പക്ഷേ വിശപ്പും ദാഹവും അതികഠിനമായപ്പോൾ കഴിക്കാതെ നിവൃത്തിയല്ലെന്നുമായി. അത് കണ്ട് മറ്റ് വനിതാ തടവുകാർ ചിരിച്ചു. ഇത്രയേ ഉള്ളടി കാര്യം. ഇതിനുള്ളിൽ വരുമ്പം നമുക്കെല്ലാം ഒരേ വിലയാ. ശരിക്കും എങ്ങനെ ജീവിച്ചാൽ നന്നായിരുന്നുവെന്ന് ഇവിടെ വരുമ്പോഴാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. പ്രായമുള്ള ഒരു സ്ത്രീയാണ് അത് പറഞ്ഞത്. കാര്യം ശരിയാണെന്ന് ചന്ദ്രകലയ്ക്കും തോന്നി. പണത്തോടുള്ള അത്യാർത്തി കാരണം എന്തൊക്കെ ചെയ്തു കൂട്ടി. ഒന്നിനും പോകാതെ സ്വസ്ഥമായി കോവിലകത്ത് കഴിഞ്ഞാൽ മതിയായിരുന്നു. പ്രജീഷും ഈ ജയിലിൽ എവിടെയോ ഉണ്ടെന്ന് മാത്രം അറിയാം. പക്ഷേ ഇതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ജാമ്യത്തിന് വേണ്ടി ആര് സഹായിക്കും എന്ന് പോലും അറിയില്ല. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ചന്ദ്രകല തറയിൽ വിരിച്ച പുൽപ്പായിൽ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. ഇതേ സമയം വനത്തിലെ കഞ്ചാവ് തോട്ടത്തിൽ ചന്ദ്രകലയെയും പ്രജീഷിനെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു MLA ശ്രീനിവാസക്കിടാവും അനുജൻ ശേഖരക്കിടാവും. ശേഖര, MLA വിളിച്ചു. ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും ജീവിതകാലം മുഴുവൻ നമുക്കൊരു ഭീഷണിയായി അവർ ഉണ്ടാവും. ചന്ദ്രകലയും പ്രജീഷും. ആ തലവേദന എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. എങ്ങനെ? ശേഖരൻ ശ്രീനിവാസക്കിടാവിനെ നോക്കി. ആരെങ്കിലും വഴി ഇരുവരെയും ജാമ്യത്തിലിറക്കണം. എന്നിട്ട് കൊന്ന് യാതൊരു തെളിവും ഇല്ലാത്ത രൂപത്തിൽ കുഴിച്ചു മൂടണം. അതൊക്കെ നമുക്ക് ഈസിയായി ചെയ്യാവുന്നതേയുള്ളൂ. ശേഖരൻ തലയാട്ടി. പകൽ മാഞ്ഞു. ഇരുളിൻ്റെ കരിമ്പടം വനത്തിന് മുകളിൽ കെട്ടഴിഞ്ഞു വീണു. പിന്നെ ഇരുട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതുപോലെ തോന്നി. കഞ്ചാവ് തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത കുന്നിൻ മുകളിൽ എത്തിയിരുന്നു CI അലിയാരും സംഘവും. അതാ ആ കാണുന്നതാണ് കിടാക്കന്മാരുടെ കഞ്ചാവ് തോട്ടം. ദേവനേശൻ താഴേക്ക് കൈ ചൂണ്ടി. മങ്ങിയ ഇരുട്ടിലും പച്ച പരവതാനി വിരിച്ചതുപോലെ തഴച്ചു വളർന്നു നിൽക്കുന്ന കഞ്ചാവ് ചെടികൾ അവർ കണ്ടു. അവരെവിടെയാണെന്ന് പറ ദേവനേശ. അലിയാർ അക്ഷമനായി. വിലങ്ങണിഞ്ഞ കൈകൾ നീട്ടി ദേവനേശൻ വിരൽ ചൂണ്ടി. അവിടെ ആ പാറക്കെട്ടുകൾക്ക് അടിയിൽ. അലിയാരുടെ ഞരമ്പുകളിൽ ചോര കുതിച്ചു പായാൻ തുടങ്ങിയിരുന്നു.
പുല്ലുകൾ വകഞ്ഞു മാറ്റി അവർ മെല്ലെ മുന്നോട്ട് നീങ്ങി. ഒരു കാറ്റ് വീശി. വയലിൽ നെൽച്ചെടികൾ ഇളകുന്നതുപോലെ കഞ്ചാവ് ചെടികൾ ഇളകുന്നത് CI അലിയാരും സംഘവും കണ്ടു. അലിയാരുടെ രോഷം വർദ്ധിക്കുകയായിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെള്ളക്കുപ്പായമിട്ട് വിഹരിച്ചിരുന്ന ജനസേവകൻ. ഇവൻ്റെയൊക്കെ തനിനിറം അറിഞ്ഞിരുന്നെങ്കിൽ ഒറ്റയാളെങ്കിലും വോട്ട് ചെയ്യുമായിരുന്നോ? ദേവനേശ, പാറകൾക്കിടയിലൂടെ താഴേക്കിറങ്ങുമ്പോൾ അലിയാർ തിരക്കി. എത്ര പേർ കാണും അവിടെ? 10-12 പേർ ഉണ്ടാവും. അലിയാർ അമർത്തി മൂളി. അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ കാണും? അതേക്കുറിച്ച് എനിക്കറിയില്ല സാർ, പക്ഷേ എന്തും ഉണ്ടാവാം. അക്കാര്യത്തിൽ അലിയാർക്കും നിശ്ചയമുണ്ട്. വനമാണ്. ഇവിടെ വച്ച് എന്ത് ചെയ്യാൻ അവർ തയ്യാറാകും. ആരും അറിയില്ലെന്ന ഉറച്ച വിശ്വാസവും അവർക്കുണ്ടാകും. മുന്നിലെത്തുന്നവരെ കൊല്ലുക എന്നത് മാത്രമാവും അവരുടെ ചിന്തയിൽ. അല്ലെങ്കിൽ കഞ്ചാവ് തോട്ടത്തെക്കുറിച്ച് പുറംലോകം അറിയുമല്ലോ. കോടികൾ കിട്ടുന്ന കഞ്ചാവ് തോട്ടം ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാവില്ലല്ലോ. സമയം കടന്നുപോയി. അലിയാരും സംഘവും ദേവനേശൻ പറഞ്ഞ പാറക്കൂട്ടങ്ങൾക്കടുത്തെത്താറായി. അല്പം അകലെ ഒരു വെളിച്ചം കണ്ടു. അത് പനയോല കൊണ്ടുണ്ടാക്കിയ ഷെഡിനുള്ളിലായിരുന്നു. അലിയാർ പെട്ടെന്ന് നിന്നു. പിന്നെ SI സുകേഷിനോട് ശബ്ദം താഴ്ത്തി. നമ്മൾ ഒരേ നേരത്ത് അകത്തേക്ക് പാഞ്ഞു കയറണം. പ്രതികരിക്കുവാനുള്ള അവസരം കിട്ടും മുമ്പ് അവന്മാരെ കീഴടക്കിയിരിക്കണം. ശരി സാർ. സുകേഷ് പോലീസുകാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ദേവനേശൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറി തുടങ്ങിയിരുന്നു. രാത്രിയാണ്. തന്നെ തിരിച്ചറിയുവാൻ കഞ്ചാവ് തോട്ടത്തിൽ ഉള്ളവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ശത്രുവാണെന്ന് കരുതി അവർ തന്നെയും ആക്രമിച്ചാൽ? ആ സമയം പനയോല മേഞ്ഞ ഷെഡിനുള്ളിൽ വൃത്താകൃതിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു പണിക്കാർ. അവർ 7 പേർ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ തോട്ടം കാവലിനും മറ്റും പോയിരിക്കുകയാണ്. കിടാക്കന്മാർ ആ നേരം അവിടെ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് അവർക്ക് ഒരു കാട്ടുപന്നിയെ കിട്ടിയിരുന്നു. അതിൻ്റെ മാംസം ചുട്ടെടുത്തതും ചപ്പാത്തിയുമായിരുന്നു വിഭവങ്ങൾ. പിന്നെ വാറ്റുചാരായവും. അടുത്ത നിമിഷം സമീപത്തെവിടെയോ ഒരു പാദപതന ശബ്ദം കേട്ടതുപോലെ തോന്നി അവർക്ക്. ഒരാൾ എഴുന്നേറ്റ് ടോർച്ചുമെടുത്ത് ഷെഡിൽ നിന്നും പുറത്തേക്കിറങ്ങി. വെളിച്ചത്തിൻ്റെ കടൽ കണക്കെ ടോർച്ചിൻ്റെ പ്രകാശം 4 പാടും പാഞ്ഞു. ആരെയും കണ്ടില്ല. കഞ്ചാവ് ചെടികൾക്ക് പുറത്തുകൂടി പ്രകാശം വട്ടം ചുറ്റി. കയറി വാടാ, അകത്തുനിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. വല്ല പന്നിയോ മാനോ ആയിരിക്കും, അല്ലാതെ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ആ, മൂളിക്കൊണ്ട് അയാൾ ഷെഡിനുള്ളിലേക്ക് തിരിഞ്ഞു. ആ സെക്കൻഡിൽ പിന്നിൽ നിന്ന് 2 കൈകൾ നീണ്ടുവന്നു. ഒന്ന് മുഖത്തിനു മീതെയും അടുത്തത് അരക്കെട്ടിലും അമർന്നു. നീരാളിപ്പിടുത്തം പോലെയായിരുന്നു അത്. അയാൾക്ക് കുതറാനോ ശബ്ദിക്കാനോ പോലും കഴിഞ്ഞില്ല. ശക്തിയിൽ അയാളുടെ കഴുത്ത് ഒരു വശത്തേക്ക് തിരിയപ്പെട്ടു. ടക്ക് എന്നൊരു ശബ്ദം. തൻ്റെ സ്വബോധം മറയുന്നതുപോലെ തോന്നി അയാൾക്ക്. CI അലിയാർ അയാളെ അവിടെ തന്നെ കിടത്തി. പിന്നെ SI സുകേഷിൻ്റെ തോളിൽ തട്ടി. അതൊരു അടയാളമായിരുന്നു. ഷെഡിൻ്റെ പിൻഭാഗം പാറക്കൂട്ടമായിരുന്നു. പോലീസ് സംഘം അർദ്ധവൃത്താകൃതിയിൽ അവിടെ നിരന്നു. ശേഷം ഒറ്റ കുതിപ്പ് അകത്തേക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ ഞെട്ടിത്തിരിഞ്ഞു. അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഭക്ഷണത്തിന് മുകളിലേക്ക് ഒരു ചാക്കുകെട്ട് കണക്കെ ദേവനേശൻ വന്നു വീണു. ഭക്ഷണവും മദ്യക്കുപ്പിയുമൊക്കെ ചിതറിത്തെറിച്ചു. സാറേ! ഒരുവൻ്റെ കണ്ടത്തിൽ നിന്ന് അസ്പഷ്ടമായ ശബ്ദം പുറത്തു വന്നു. ആ സെക്കൻഡിൽ അയാളുടെ മുടിയിൽ പിന്നിൽ നിന്ന് അലിയാർ കുത്തിപ്പിടിച്ചു. പിസ്റ്റൾ കുഴൽ കഴുത്തിൽ അമർത്തിയിട്ട് ഗർജിച്ചു. ഒറ്റയൊരുത്തൻ അനങ്ങരുത്. അനങ്ങിയാൽ ആദ്യത്തെ ബുള്ളറ്റ് ഇവൻ്റെ കഴുത്ത് തുളച്ച് അപ്പുറം കടക്കും. സകലരും സ്തബ്ധരായി. അലിയാർ ചിരിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് അടുത്ത കൽപ്പന പുറപ്പെടുവിച്ചു. കിടാക്കന്മാരെ, ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇറങ്ങി വന്നോ. സർക്കാരിൻ്റെ സ്റ്റീൽ കാപ്പ് അണിയിച്ച് നിങ്ങളെ ആനയിക്കുവാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. മറുപടി ഉണ്ടായില്ല. അവിടെ കനത്ത നിശബ്ദത പരന്നു. ഒരു നേരിയ ചലനത്തിന് പോലും CI അലിയാർ കാതോർത്തു. അയാളുടെ കണ്ണുകൾ ഇടം വലം വെട്ടി. പക്ഷേ കിടാക്കന്മാരെ കണ്ടില്ല. അവരെന്തിയോടാ? പിസ്റ്റൾ ഉയർത്തി അലിയാർ തറയിലിരുന്നവൻ്റെ ശിരസിൽ ഒരടിയിടിച്ചു. ആ! വിലാപത്തിനിടയിൽ അയാളുടെ ശബ്ദം മുറിഞ്ഞു വീണു. അവർ പോയി. പോലീസ് ഉദ്യോഗസ്ഥർ അമ്പരന്നു. എപ്പോൾ? കുറേയേറെ നേരമായി. അത്രയും ദൂരം വനത്തിലൂടെ വന്നിട്ട് കിടക്കന്മാരെ കിട്ടാതിരുന്നാൽ അലിയാർക്ക് ഇച്ഛാഭംഗം തോന്നി. എവിടേക്കാണ് അവർ പോയതെന്ന് അറിയാമോടാ? അലിയാർ കടപ്പല്ലിൽ ഞെരിച്ചു. ഇല്ല സാറേ. അലിയാർ പിടിവിട്ടു. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന നിലയ്ക്ക് ഈ കഞ്ചാവ് തോട്ടം നശിപ്പിക്കാതെ പോയാൽ അത് ശരിയാവില്ല. നിങ്ങൾക്ക് ഇനിയുള്ള കാലം ജയിലിൽ കഴിയുവാൻ ഈ തോട്ടം മാത്രം മതി. അപ്പോൾ നമുക്ക് പോയേക്കാം. അയ്യോ വേണ്ട സാർ, ഞങ്ങൾ ഇവിടുത്തെ പണിക്കാർ മാത്രമാണ്. ശമ്പളം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അവർ പോലീസുകാരുടെ കാൽക്കൽ വീണു. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അവിടെ തെളിഞ്ഞു നിന്നിരുന്ന റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അലിയാരും SI സുകേഷും പരസ്പരം നോക്കി. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷേ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാൻ സാർ. അവർക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ കഞ്ചാവ് വെട്ടി ഉണങ്ങിയാൽ പ്രയോജനമുണ്ടോ? അലിയാരുടെ ചോദ്യം കേട്ട് സുകേഷിൻ്റെ നെറ്റി ചുളഞ്ഞു. സാറ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പണിക്കാരുടെ മറുപടി കേട്ടു. ഇല്ല സാർ, പകുതി വളർച്ചയായിട്ടുള്ളൂ. ഇപ്പോൾ ഉണക്കിയെടുത്താൽ ആരും വാങ്ങില്ല. കാരണം വീര്യം വളരെ കുറവാണ്. അലിയാർ ദേവനേശന് നേർക്ക് തിരിഞ്ഞു. വീണെടുത്ത് തന്നെ കിടക്കുകയാണ് അയാൾ. ദേവനേശ! CI ഈണത്തിൽ വിളിച്ചു. ഒന്ന് എഴുന്നേറ്റ്. ഭക്ഷണാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് വിലങ്ങണിഞ്ഞ കൈകളുമായി ദേവനേശൻ മെല്ലെ എഴുന്നേറ്റു. ഇനി ഇവരിൽ പകുതി പേരെ കൂട്ടിക്കൊണ്ടുപോയി കഞ്ചാവ് ചെടികളൊക്കെ വലിച്ചു പിഴുത് പല ഭാഗങ്ങളിലായി കൂട്ടിയിട്.
എന്തിനാ സാറേ നിന്നെ അതിനകത്തിട്ട് പുഴുങ്ങാൻ? പറഞ്ഞത് കേൾക്കടാ. അലിയാർ പണിക്കാർക്കും നിർദ്ദേശം കൊടുത്തു. കേട്ടല്ലോ, പകുതി പേർ ഇയാൾക്കൊപ്പം പോവുക. അവർ ക്ഷീണിച്ചു കഴിയുമ്പോൾ മടങ്ങി വരിക. മറ്റുള്ളവർ അപ്പോൾ പണി തുടങ്ങും. പിന്നെ അതിനിടെ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവൻ്റെ ശവം ഇവിടെ വീഴും, ഓർത്തോണം. പണിക്കാർ തലയാട്ടി. സാറേ, എൻ്റെ ഈ വിലങ്ങ് ഒന്ന് അഴിച്ചു തരുമോ? ദേവനേശൻ അർദ്ധശങ്കയോടെ തിരക്കി. അത് വേണ്ട. ദേവനേശനൊപ്പം പണിക്കാരിൽ പകുതി പേരും പോയി. നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവർ കഞ്ചാവ് ചെടികൾ പിഴുതെടുക്കാൻ തുടങ്ങി. പണിക്കാരിൽ പകുതി പേർ ഷെഡിനുള്ളിൽ തന്നെ ഇരുന്നു. അലിയാർ മരക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കസേരയിൽ ഇരുന്നിട്ട് പിസ്റ്റൾ മടിയിൽ വെച്ചു. സമയം കടന്നുപോയി. ആദ്യം കഞ്ചാവ് പിഴുതെടുക്കുവാൻ പോയവർ മടങ്ങിയെത്തി. അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ പോയി. ദേവനേശന് മാത്രം വിശ്രമിക്കാനുള്ള അവസരം നൽകിയില്ല. പച്ച കഞ്ചാവിൻ്റെ ഒരു ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. രണ്ടാമത് പോയവർ ക്ഷീണിച്ചു മടങ്ങി വന്നപ്പോൾ ആദ്യത്തെ കൂട്ടർ പിന്നെയും പോയി. അങ്ങനെ 2-3 തവണ ആവർത്തിച്ചപ്പോഴേക്കും നേരം പുലർന്നു. അപ്പോൾ നട്ടുപിടിപ്പിച്ച ഒറ്റ കഞ്ചാവ് ചെടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. 7-8 വലിയ കൂനകളായി ചെടികൾ അങ്ങിങ്ങ് കിടന്നു. കിടാക്കന്മാർക്ക് നഷ്ടം കോടികളാണ്, അലിയാർ ഓർത്തു. കിഴക്കേ കുന്നിൻ മുകളിലുള്ള മരത്തലപ്പുകൾക്കിടയിൽ സൂര്യൻ്റെ മുഖം തെളിഞ്ഞു. ഷെഡിൽ 2-3 കന്നാസുകളിൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നു. പണിക്കാർക്ക് ചോറ് വയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ ഉപയോഗിക്കുന്ന സ്റ്റൗവും ഉണ്ടായിരുന്നു. ആ കന്നാസുകൾ മണ്ണെണ്ണയും കൂടി എടുത്തോ, അലിയാർ പണിക്കാരോട് പറഞ്ഞു. അവർ അനുസരിച്ചു. എല്ലാ കൂനകളിലും കുറേശ്ശെ മണ്ണെണ്ണയൊഴിച്ച് അവയിലേക്ക് തീ കൊളുത്തി. കാട്ടിൽ പുകപ്പടലങ്ങൾ ഉയർന്നു. ഒപ്പം കത്തുന്ന കഞ്ചാവിൻ്റെ ഗന്ധവും. അലിയാർ പണിക്കാരെ നിർത്തി സെൽഫോണിൽ ഫോട്ടോ എടുത്തു, കത്തുന്ന കഞ്ചാവിൻ്റെ പശ്ചാത്തലത്തിൽ. ഇനി നിങ്ങൾക്ക് പോകാം, CI അലിയാർ കർണാടകക്കാരായ പണിക്കാരോട് പറഞ്ഞു. പക്ഷേ മടങ്ങി വരാമെന്നോ വീണ്ടും ഇവിടെ ജോലി ചെയ്യാമെന്നോ മനസ്സിൽ പോലും കരുതരുത്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഒടുക്കവും ഈ മണ്ണിലായിരിക്കും. പണിക്കാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ഒറ്റ വിചാരമേ ഉള്ളായിരുന്നു. പ്രാണൻ വാരി പിടിച്ചുകൊണ്ട് എന്നവണ്ണം തങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അവർ പോയി. സാറേ, ഇനിയെങ്കിലും എൻ്റെ ഈ വിലങ്ങൊന്ന് അഴിച്ചതായോ? ദേവനേശൻ കരച്ചിലിൻ്റെ വക്കിലെത്തി. അലിയാർ പോലീസുകാരെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാട്ടി. ദേവനേശൻ്റെ വിലങ്ങ് അഴിക്കപ്പെട്ടു. കത്തുന്ന കഞ്ചാവിൽ നിന്ന് രൂക്ഷഗന്ധത്തോടെ കട്ടിപ്പുക മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. കഥ തുടരും.